Hello everyone, welcome to ICA lectures. അപ്പോൾ നമ്മുടെ സിലബസിലെ മാത്സിൻ്റെ സിലബസിലെ അടുത്തൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ മാത്തമാറ്റിക്കൽ സിലബസിലെ ഏറ്റവും അവസാനം വരുന്ന ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ട് ഏറ്റവും വളരെ കുറഞ്ഞ സിലബസിൽ വളരെ കുറഞ്ഞ രീതിയിൽ വരുന്ന ചാപ്റ്ററാണ് ഇത് ഫൊറിയർ സീരീസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫൊറിയർ സീരീസിൻ്റെ കേസിൽ എന്തൊക്കെയാണ് ഫൊറിയറിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സിലബസിൽ വരുന്നത്? ഫസ്റ്റ് നമുക്ക് വരുന്നത് ഫൊറിയർ സീരീസ് ഓഫ് periodic functions. Okay, Fourier series of periodic functions. Fourier series of periodic function. Then odd and even functions. Odd and even functions. Odd and even functions. Then last half range expansions. Half range expansion. ഓക്കെ, ഇത്രയാണ് നമുക്ക് വളരെ കുറച്ച് നമുക്ക് എന്തിൽ വരുന്നുള്ളൂ. ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന PSC എക്സാംസിൻ്റെ മാത്സ് സിലബസിൽ നമുക്ക് വരുന്ന ഫൊറിയർ സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് അതൊരു വൈഡ് ടോപ്പിക്കാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് ഫൊറിയർ ട്രാൻസ്ഫോം വരുന്നുണ്ട്. അതുപോലെ ഫൊറിയർ സീരീസിൽ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സീരീസുകൾ വരുന്നുണ്ട്. ബട്ട് നമുക്ക് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻസുകൾ അനലൈസ് ചെയ്ത് നോക്കിയാലും അതുപോലെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് കൊസൈൻ ആൻഡ് സൈൻ സീരീസ്, ഓക്കെ, ഫൊറിയർ സീരീസ് പീരിയോഡിക് ഫംഗ്ഷൻസ് നമുക്ക് വരുന്നത് 2π. ഓക്കെ, 2π അതുപോലെ -π to π 0 to 2π അതുപോലെ 2c c to c - c to c ഇങ്ങനെ വരുന്ന ഈ ഒരു പീരിയോഡിക് ഫംഗ്ഷനിൽ വരുന്ന അതിൻ്റെ ഫൊറിയർ സീരീസ്. ദെൻ അതിൽ വരുന്ന കുറച്ച് സബായിട്ടുള്ള ടോപ്പിക്കുകൾ. ഇപ്പോൾ ഫൊറിയർ സീരീസ് നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻസ് എടുക്കുന്ന സമയത്ത് അതിൽ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് അതുപോലെ ചേഞ്ച് ഓഫ് വേരിയബിൾസ് അങ്ങനെ ഒന്ന് രണ്ട് സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും എന്താണ് ഓഡ് എന്താണ് ഈവൻ ഫംഗ്ഷൻസ്. ആ ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത്. ദെൻ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൊറിയർ സീരീസ് എന്ന് വരുന്ന ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മാർക്ക് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് നോർമലി ചോദിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസുകളായിരിക്കും. അതായത് ടോട്ടൽ മാത്സിൽ 1 മാർക്കായിരിക്കും നമുക്ക് ഫൊറിയർ സീരീസ് ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സിലബസിൽ വന്നെന്ന് കരുതി ചോദിക്കുമെന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും 1 മാർക്ക് അതല്ലെങ്കിൽ മാക്സിമം 2 മാർക്ക് വരെ നമുക്ക് എന്തെന്ന് വരാം ഫൊറിയർ സീരീസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫൊറിയർ സീരീസിന് സാധാരണ നമ്മളെ സിലബസ് അനുസരിച്ച് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഏകദേശം ഒരേ പാറ്റേൺ വരാനാണ് ചാൻസ്. അതായത് നമുക്കിവിടെ ഒരു 3 ടേംസുകൾ വരുന്നുണ്ട്, A0 AN BN എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ f(x) എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊരു റേഞ്ച് തരുന്നു. ഓക്കെ, f(x) എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തരുന്നു, നിങ്ങൾക്കൊരു റേഞ്ച് തരുന്നു. ഇറ്റ് മേ ബി ഫ്രം 0 to 2π or -π to π or -c to c. ഇതുപോലെ നിങ്ങൾക്ക് റേഞ്ച് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ഫംഗ്ഷൻ ഓഡോ ഈവനോ ഫംഗ്ഷൻസ് ആവാം, അല്ലെങ്കിൽ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ എന്ന് മാത്രം പറയാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ A0, എന്താണ് അതിൻ്റെ AN, എന്താണ് അതിൻ്റെ BN എന്ന് ചോദിക്കാം. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു സീരീസ് ആണ്. സീരീസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ടേം ഉണ്ടാവും, സെക്കൻഡ് ടേം, തേർഡ് ടേം, എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണ് ഇതിൻ്റെ ഈ ടേം, എന്താണ് sin 2x കൂടെ വരുന്ന കോയിഫിഷ്യൻ്റ് എന്താണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ cos 3x കൂടെ വരുന്ന കോയിഫിഷ്യൻ്റ് എന്താണ്, ഈ ഇത്രാമത്തെ ടേം ഏതാണ്, ഇന്ന വാല്യൂ എന്താണ്. ഈ രീതിയിൽ നമുക്ക് ആ സീരീസ്, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഫൊറിയർ സീരീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അതിൽ ഓരോ ടേമുകളും അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഓരോ ഇക്വേഷൻസുകളും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഏതെന്ന് ചോദിക്കുക ഫൊറിയർ സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിക്കുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്? നമുക്കതിൻ്റെ കൂടുതൽ തിയറി എന്താ പറയുന്നത്, തിയറി ഏരിയയിലോട്ടോ അല്ലെങ്കിൽ എങ്ങനെ അത് ആ സീരീസ് എങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് ആ രീതിയിലോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല. നമ്മൾ ഫൊറിയർ സീരീസ് യൂസ് ചെയ്യുന്നത് പീരിയോഡിക് ഫംഗ്ഷൻസുകളിലാണ്. ഓക്കെ, എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻസുകൾ എന്ന് പറയുന്നത്? നമ്മൾ എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ എക്സിന് നിങ്ങൾ വാല്യൂ കൊടുത്ത് മുന്നോട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വൈയുടെ വാല്യൂ എന്താവും, വൈയുടെ വാല്യൂ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ എന്ത് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് പീരിയോഡിക് ഫിനോമിനംസ് ഉണ്ട്. നമ്മൾ ഡേയ്സ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്, നമ്മൾ ദിവസം നൈറ്റ്, ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ പ്രോബ്ലംസുകൾ അതുപോലെയുള്ള കേസുകളിലൊക്കെ നമ്മൾ, അതുപോലെ വേവ്, ഓക്കെ, നമ്മളെ ഇലക്ട്രിക് വേവിൻ്റെ കേസുകൾ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഈ കേസുകളിലൊക്കെ നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻസുകൾ നമ്മുടെ സ്റ്റഡിയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ല, അപ്പോൾ നമ്മൾ ഫൊറിയർ സീരീസ് എഴുതുന്നത്, ഓക്കെ, ഫൊറിയർ സീരീസിൻ്റെ ആ സീരീസ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഒരു ഫംഗ്ഷൻ, ഓക്കെ, ഫംഗ്ഷൻ f(x) is equal to A0 1/2 A0 1/2 അല്ലെങ്കിൽ A0/2 എങ്ങനെ എഴുതാം? 1/2 A0 1/2 A0 plus 1/2 A0 plus A1 cos x
പ്ലസ് a2 cos 2x പ്ലസ് a2 cos 2x പ്ലസ് a3 cos 3x പ്ലസ് എക്സെട്ര പ്ലസ് b1 sin x പ്ലസ് b2 sin 2x പ്ലസ് b3 sin 3x പ്ലസ് എക്സെട്ര. ഇതാണ് നമ്മളൊരു ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. ഒക്കെ ഒരു ഫോറിയർ സീരീസിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ജനറൽ സീരീസ് എന്ന് പറയാം. ജനറൽ സീരീസ്, ഓക്കെ. ജനറൽ സീരീസ് എന്ന് പറഞ്ഞാൽ ജനറൽ ഫോറിയർ സീരീസ്. ഓക്കെ, ഒരു ജനറൽ ഫോറിയർ സീരീസ് ഇങ്ങനെയാണെന്ന് പറയാം. നമുക്കിപ്പോൾ തന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താവാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആവാം, എക്സ് ക്യൂബ് ആവാം, സിംപ്ലി എക്സ് ആവാം, 3x ആവാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റുകളാവാം. എനിവേ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫംഗ്ഷൻ നമ്മൾ കോസിൻ്റെയും സൈൻ്റെയും ടേംസിൽ, ഓക്കെ, നമ്മൾ ആ ഫംഗ്ഷനെ കോസിൻ്റെയും സൈൻ്റെയും ടേമിൽ ഒരു സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് വരുന്ന ടേംസുകൾ? ഫസ്റ്റ് ടേം നമ്മൾ a0 എന്ന് പറയും, ദാറ്റ് ഈസ് 1/2 a0, ദെൻ a1 cos x, a2 cos 2x, a3 cos 3x പ്ലസ് എക്സെട്ര, ദെൻ b1 sin x, b2 sin 2x, b3 sin 3x പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ രണ്ട് ടേംസും വരും, അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള അത്രയും ടേം വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് പറയുന്നത് ഒരു ജനറൽ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനൊന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സമ്മ്, നമ്മൾ ഈ സീരീസിന് സമ്മ് നമ്മൾ സമ്മേഷൻ സൈൻ കൊടുത്തിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കൂടെ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു a0/2 വിച്ച് ഈസ് ഈക്വൽ ടു a0/2 പ്ലസ് an, ഓക്കെ, പ്ലസ് എഴുതാം a0/2 പ്ലസ് a0/2 പ്ലസ് നമുക്ക് ഇങ്ങനെ എഴുതാം സിഗ്മ n is equal to 1, സിഗ്മ n is equal to 1 ഇൻഫിനിറ്റി a raised to n cos nx പ്ലസ് സിഗ്മ n is equal to 1 up to infinity bn sin nx. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്തിനാണ് സിഗ്മ യൂസ് ചെയ്യുന്നത്? നമ്മൾ സമ്മായിട്ട് വരുമ്പോൾ നമ്മൾ സമ്മേഷനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ n ഫസ്റ്റ് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ a1 cos x എന്ന് കിട്ടും. അതല്ല ഫസ്റ്റ് ടേം a1 cos x. അടുത്ത നിങ്ങൾ n2 കൊടുക്കുക, a2 cos 2x, അതാണ് അടുത്ത ടേം എന്ന് പറയുന്നത്. അടുത്ത n is equal to 3 കൊടുക്കുക, a3 cos 3x, അതാണ് അടുത്തത്. പ്ലസ് ഏതുവരെ? അപ് ടു ഇൻഫിനിറ്റി വരെ. ഓക്കെ, പ്ലസ് n1 കൊടുക്കുക, b1 sin 1x എന്ന് വരും, b1 sin x. n2 കൊടുക്കുമ്പോൾ b2 sin 2x എന്ന് വരും, b2 sin 2x അപ് ടു ഇൻഫിനിറ്റി വരെ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഫോറിയർ സീരീസ്. എഫ് ഓഫ് എക്സ് എന്ന് പറയാം നമുക്ക്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഫോറിയർ സീരീസിൻ്റെ ജനറൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒന്നിനെ ഷോർട്ടാക്കി എഴുതി. a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos nx പ്ലസ് സിഗ്മ n is equal to 1 to infinity bn sin nx. ഓക്കെ, bn sin nx. ഇനി നമ്മൾ പറഞ്ഞു ഈ നമ്മൾ എടുക്കുന്ന ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഏത് മുതൽ ഏത് വരെ എന്നുള്ളത് നമ്മൾ എന്ത് പറയണം? നമ്മളൊരു പെർട്ടിക്കുലർ ആ ഇൻ്റർവെല്ലിലാണ് നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് x is within a desired range of values. ഓക്കെ, അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ഏത് റേഞ്ച് ഓഫ് വാല്യൂലാണോ പീരിയോഡിക് ആയിട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മളിവിടെ പറയണം, ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. 0x 0 less than or equal to x less than or equal to 2π, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് -π less than or equal to x less than or equal to π എന്നായിരിക്കും. അതായത് ആ ഫംഗ്ഷൻ നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതിനെ നമ്മൾ പീരിയോഡിക് എന്ന് പറയുന്നത്, സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ പോയിന്റാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ആ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിളിൻ്റെ. ഇവിടെ ഏതാണ് വേരിയബിൾ എന്ന് പറയുന്നത്? എക്സ് ആണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ആ വേരിയബിൾ റിപ്പീറ്റ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇനി നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത്? നമുക്ക് a0 ചോദിക്കാം. ഓക്കെ, എന്താണ് a0-നുള്ള ഇക്വേഷൻ നമ്മൾ പറയുന്നുണ്ട്, an-നുള്ള ഇക്വേഷൻ നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? bn-നുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് an, bn ഇതിൻ്റെയൊക്കെ വാല്യൂ എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യുക. അതാണ് നമുക്ക് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോ നമ്മൾ കൺസിഡർ ദ ഇൻ്റർവെൽ. നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇൻ്റർവെൽ എടുക്കുന്നു. കൺസിഡർ ദി ഇൻ്റർവെൽ. ഏത് വേരിയബിൾസിന്? എക്സിൻ്റെ ഇൻ്റർവെലാണ് നമ്മൾ എടുക്കുന്നത്. കൺസിഡർ ദി ഇൻ്റർവെൽ ആൽഫ, ഓക്കെ, അല്ലെങ്കിൽ എടുക്കാം ആൽഫ ഇൻഫിനിറ്റി അല്ല, ആൽഫയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ പ്ലസ് 2π. ഓക്കെ, ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ആൽഫ പ്ലസ്, അല്ലെങ്കിൽ നമുക്കിത് വേറെ എന്തെങ്കിലും എടുക്കാം. നമുക്ക് ഡൗട്ട് വേണ്ട.
ഇൻഫിനിറ്റി ആൽഫയും വരുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു സംഭവം ഞാൻ തീറ്റ എടുക്കുന്നു. ഓക്കെ, തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ പ്ലസ് 2π. ഓക്കെ, തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ പ്ലസ് 2π. അതായത് നമ്മളിവിടെ റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? തീറ്റയും അതുപോലെ നമുക്ക് എന്താ പറയാം, തീറ്റ പ്ലസ് 2π എന്നുള്ളത്. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് തീറ്റയും തീറ്റ പ്ലസ് 2π ആണ്. അതായത് ഇതിൻ്റെ അടുക്കാണ് അതെന്ത് ചെയ്യുന്നത്, പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കുന്നത്. ഇതിൻ്റെ അടുക്കാണ് അതെന്ത് ചെയ്യുന്നത്, ഈ ഓരോ തീറ്റ പ്ലസ് 2π വരുമ്പോൾ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും, അത്രയും വാല്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്ന അത് റിപ്പീറ്റ് ചെയ്തിരിക്കും. തീറ്റ പ്ലസ് 2π അടുത്ത് തീറ്റ പ്ലസ് 4π അടുത്ത് തീറ്റ പ്ലസ് 6π ഈ രീതിയിൽ എന്ത് ചെയ്യും, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് വരുന്നത്? a0 എന്താണ് വരുന്നത്, an എന്താണ് വരുന്നത്, bn എന്താണ് വരുന്നത്? a0 സീക്വൽ ടു 1/π a0 സീക്വൽ ടു 1/π ഇന്റഗ്രൽ തീറ്റ ടു തീറ്റ പ്ലസ് 2π തീറ്റ ടു തീറ്റ പ്ലസ് 2π f of x dx. ഇതാണ് ഏതെന്ന് പറയുന്നത്, a0യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, നിങ്ങൾ അത് ബൈ ഹാർട്ട് ചെയ്താൽ മതി. എന്തായാലും ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. a0 സീക്വൽ ടു എന്തായാലും ഞാൻ വേറെ നമ്മൾക്ക് ഇക്വേഷൻ എഴുതാം. a0 സീക്വൽ ടു 1/π ഇന്റഗ്രൽ തീറ്റ ടു തീറ്റ പ്ലസ് 2π f of x dx. ഓക്കെ, ദെൻ an സീക്വൽ ടു നമ്മൾ പറഞ്ഞു a0 ഉണ്ട്, an ഉണ്ട്, അതുപോലെ ഏതും വരുന്നുണ്ട്, bn ഉം വരുന്നുണ്ട്. ഓക്കെ, ദെൻ an സീക്വൽ ടു 1/π ഇന്റഗ്രൽ തീറ്റ ടു തീറ്റ പ്ലസ് 2π f of x cos nx dx. f of x cos nx dx and bn is equal to 1/π integral theta to theta plus 2π integral theta to theta plus 2π f of x sin nx dx. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. എന്താണ് a0 എന്ന് പറയുന്നത്, an എന്ന് പറയുന്നത്, bn എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂടുതൽ സമയം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കേസിൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അതിൽ ആദ്യത്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നോട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയാൽ മതി. അതിൽ ഫസ്റ്റ് കേസ് വരുന്നത് എന്താണ്, ടേക്ക് തീറ്റ സീക്വൽ ടു 0. നിങ്ങൾ തീറ്റ 0 എടുത്താൽ പിന്നെ എന്തായിരിക്കും നമ്മളെ റേഞ്ച് എന്ന് പറയുന്നത്, തീറ്റ 0 എടുത്താൽ പിന്നെ എന്താണ് നമ്മളെ റേഞ്ച് കിട്ടുക, നമുക്ക് എന്താ റേഞ്ച് കിട്ടുക, നമ്മൾ എന്തായിരുന്നു റേഞ്ച് എന്തായിരുന്നു, തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ പ്ലസ് 2π ആണ്. തീറ്റ 0 എടുത്താൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് 2π എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 2π ആയിരിക്കും നമ്മൾ ഏതെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഓക്കെ, നമ്മൾ തീറ്റ സീക്വൽ ടു 0 എടുത്തു. ദാറ്റ് ഈസ് നമുക്ക് റേഞ്ച് എന്ത് കിട്ടും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഓക്കെ ആണല്ലോ? സോ അവർ ഇക്വേഷൻസ് വിൽ ബി എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്, ഫസ്റ്റ് വൺ a0 സീക്വൽ ടു 1/π integral 0 to 2π f of x dx integral 0 to 2π f of x dx and n is equal to 1/π integral 0 to 2π f of x ബാക്കിയൊക്കെ സെയിം തന്നെ cos nx dx. Okay, f of x cos nx dx. Then bn is equal to 1/π integral 0 to 2π f of x. നിങ്ങൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. ഇത് ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ ഇതിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ഇത് മാത്രം ബൈ ഹാർട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസും ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഹിയർ ഈസ് ദ a0 ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to 2π f of x dx n is equal to ഓരോന്നും. അതായത് നമ്മളിവിടെ ഏതാണ് നമുക്ക് തന്നിട്ടുള്ള റേഞ്ച്, അതാണ് നമ്മൾ ഇന്റഗ്രേഷൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആയിട്ട് കൊടുക്കേണ്ടത്. നേരത്തെ തീറ്റയും തീറ്റ പ്ലസ് 2π ആയിരുന്നു, അപ്പോൾ നമ്മൾ തീറ്റയും തീറ്റ പ്ലസ് 2π കൊടുത്തു. ഇവിടെ എന്താണ് വരുന്നത്, 0യും 2π ആണ്. അപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ചെയ്ത് കൊടുക്കണം, നമ്മൾ അറേഞ്ച് തന്നെ കൊടുക്കണം. ഓക്കെ ആണല്ലോ? ദെൻ നോട്ടിൽ സെക്കൻഡ് വൺ നമ്മൾ പറയുന്നത്, നോട്ടിൽ സെക്കൻഡ് വൺ വരുന്നത് തീറ്റ സീക്വൽ ടു -π കൊടുക്കുക. തീറ്റ സീക്വൽ ടു -π. അപ്പോൾ നമുക്ക് റേഞ്ച് എന്ത് കിട്ടുമോ, നമുക്ക് എന്ത് റേഞ്ച് കിട്ടും, നമ്മൾ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു തീറ്റ പ്ലസ് 2π എന്നാണ് പറഞ്ഞത്, തീറ്റ പ്ലസ് 2π. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് വരെ നമ്മൾ -π കൊടുക്കാന്ന് പറഞ്ഞു. സോ -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -5 പ്ലസ് 2π എന്ന് പറഞ്ഞാൽ എത്രയാണ്, π അല്ലേ. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്തായിരിക്കും, π മുതൽ -π മുതൽ +π വരെ. അതായത് നമ്മളെ റേഞ്ച് എന്താ പറയുക, അപ്പോൾ നമുക്ക് ഓക്കെ റേഞ്ച് എന്താണ് വരിക, നമ്മളത് റേഞ്ച് എന്താണ് വരിക, -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π, -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻസ് എന്ത് വരും, സെയിം ഇക്വേഷൻസ് തന്നെ, ഇൻ്റഗ്രേഷൻ ഇത് മാത്രം മാറുന്നേ ഉള്ളൂ. സോ a0 സീക്വൽ ടു നിങ്ങളിങ്ങനെ പറഞ്ഞ് എഴുതിക്കോ, നിങ്ങൾക്ക് തന്നെ പഠിക്കലാവും. ഓക്കെ, a0 സീക്വൽ ടു 1/π ഇൻ്റഗ്രൽ -π ടു π. കാരണം എന്താ ഞാൻ പറഞ്ഞ റേഞ്ച് വരുന്നതാണ്, നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കേണ്ടത്. ഓക്കെ, -π ഇൻ്റഗ്രൽ -π ടു π f of x dx ആണ് ഇതെന്ന് പറയുന്നത്, a0 എന്ന് പറയുന്നത്. ദെൻ an is equal to 1/π ഇൻ്റഗ്രൽ -π ടു π f of
of x cos nx dx. Cos nx dx. Okay, then bn is equal to 1 by pi integral minus pi to pi f of x എന്താണ് നമ്മൾ എഴുതുന്നത്? f of x sin nx dx. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ നമ്മൾ ലാസ്റ്റ് വണ്ണിലെ നോട്ടിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? a0 an bn നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ a0 ഇതെല്ലാം ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. a0 an bn ഇതിൻ്റെ മൂന്നിൻ്റെ ഇക്വേഷൻസിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട്, ഊളേഴ്സ് ഫോർമുല എന്ന് പറയും. ഓക്കെ, ഊളേഴ്സ് ഫോർമുല. പക്ഷേ അതധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് നോക്കി വെക്കുക. ജസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, a0 an bn ഇതിൻ്റെ മൂന്നിൻ്റെ ഇക്വേഷൻസ് നമ്മളൊരു പേര് പറയുന്നുണ്ട്. എന്താണ് നമ്മൾ പറയുന്നത്? ഊളേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി എങ്ങനെ ക്വസ്റ്റ്യൻസ് വരികയുള്ളൂ? നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തരും. എക്സാമ്പിൾ f of x is equal to x log x. ഓക്കെ, f of x is equal to x log x എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഫ് ദ ഫോളോയിങ് 4 ഓപ്ഷൻസ് എന്നിട്ട് അതിലേതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൊറിയർ സീരീസ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫൊറിയർ സീരീസിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താ ഫൊറിയർ സീരീസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos nx പ്ലസ് സിഗ്മ n is equal to 1 to infinity bn sin nx എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളിവിടെ അപ്പോൾ റേഞ്ച് പറഞ്ഞിട്ടുണ്ടാകും. എക്സ് ലോഗ് എക്സിന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പം 0 to 2π ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം a0 കാണാം. ഓക്കെ ആണല്ലോ. ദെൻ an കാണാം. an കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഏത് കണ്ടുപിടിക്കാം? a1 കണ്ടുപിടിക്കാം, a2 കണ്ടുപിടിക്കാം, a3. n എന്ത് കൊടുത്താൽ മതി? an കാണിക്കുമ്പോൾ n-ൻ്റെ ടേമിലുള്ള ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? a1 a2 a3 കണ്ടുപിടിക്കാം അപ് ടു ഇൻഫിനിറ്റി വരെ. bn കണ്ടുപിടിക്കാം. എങ്ങനെ? നമ്മൾ തന്ന ഇക്വേഷൻ അനുസരിച്ച് അത് കണ്ട് b1 b2 b3 നിങ്ങൾ എന്ത് ചെയ്യുക? സീരീസ് നേരെ എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള സീരീസ് ആയിരിക്കും നമുക്ക്. കാരണം 4 മൾട്ടിപ്പിൾ ചോയ്സിലാണ്, 4 ചോയ്സിലും കൊള്ളുന്ന രീതിയിലുള്ള. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പം ചില ടേമുകൾ a0 an കംപ്ലീറ്റ് 0 ആവാം, അല്ലെങ്കിൽ bn കംപ്ലീറ്റ് 0 ആവാം, അല്ലെങ്കിൽ an-ഉം bn-ഉം 0 ആവാം, a0ൻ്റെ ടേം മാത്രം ഉണ്ടായിരിക്കാം. അപ്പോൾ ആ രീതിയിലാണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വരും? f of x is equal to x log x എന്നുള്ള ഫംഗ്ഷൻ തരും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. f of x is equal to x log x ആണ്. അത് ഇന്ന റീജിയനിലാണ് ഫൊറിയർ സീരീസിൽ എക്സ്പാൻഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ a0 എന്താണെന്ന് ചോദിക്കാം. a0 മാത്രം കണ്ടുപിടിച്ചാൽ മതി. 4 ഓപ്ഷനിലുണ്ടാവും, ആൻസർ ചെയ്യുക. an എന്താണെന്ന് ചോദിക്കാം. an കണ്ടുപിടിക്കാൻ തന്ന ഇക്വേഷൻ വെച്ചിട്ട് 4 ഓപ്ഷനിലുണ്ടാവും, ആൻസർ ചെയ്യുക. bn എന്താണെന്ന് ചോദിക്കാം. ഓക്കെ ആണല്ലോ. അതുപോലെ നമ്മളോട് ചോദിക്കും, നമുക്ക് എന്താ പറയുക? നമ്മൾ ഫൊറിയർ സീരീസ് പറഞ്ഞപ്പോൾ പറഞ്ഞു a0/2 ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ a0/2 പ്ലസ് a1 cos x പ്ലസ് a2 cos 2x പ്ലസ് സംതിങ് പ്ലസ് b1 sin x പ്ലസ് b2 sin 2x പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈ x log x ഏതെങ്കിലും റേഞ്ച് തരും. ആ റേഞ്ചിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ sin 4x-ൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണെന്നായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. sin 4x-ൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? ആ ഫൊറിയർ എക്സ്പാൻഷൻ, ആ ഫൊറിയർ സീരീസിൽ sin 4x-ൻ്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും? കോയിഫിഷ്യൻ്റ് എന്തായിരിക്കും? എന്താണോ ഇരിക്കട്ടോ sin 4x-ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്? b4 ആയിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞു b1 sin x, b2 sin 2x. അങ്ങനെയാണെങ്കിൽ b4 ആണ് ഇത് വരിക, sin 4x-ൻ്റെ കോയിഫിഷ്യൻ്റ് വരിക. ആ b4 എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മൾ bn കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് n-ൻ്റെ ടൈമിൽ ഒരു സംഭവമായിരിക്കും കിട്ടുക. അതിൽ n-ന് എന്ത് കൊടുക്കുക? 4 എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കിട്ടും? b4 കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് a4 കണ്ടുപിടിക്കാം, a8 കണ്ടുപിടിക്കാം, a16 കണ്ടുപിടിക്കാം. ഓക്കെ, a11 കണ്ടുപിടിക്കാം, b7 കണ്ടുപിടിക്കാം, b3 കണ്ടുപിടിക്കാം. ഈ രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ വരാം. ഓക്കെ ആണല്ലോ. അതല്ലേ നമ്മളോട് പറയും ഇന്ന ടേമിൽ ഇത്രാമത്തെ നമ്പർ. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ നമ്മൾ നോക്കിയാൽ അത് പിന്നെ നോക്കേണ്ടത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ സൈൻ സീരീസിലെ ഇപ്പോൾ നമ്മൾ പറയും ഇവിടെ ഇതിൽ കൊസൈൻ ഏരിയ എന്ന് പറയുന്ന ഈ ഭാഗമാണ് സൈൻ ഏരിയ എന്ന് പറയുന്നതാണ്. അപ്പോൾ സൈൻ ഏരിയയിൽ ഇത്രാമത്തെ ടേമിൽ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഇന്ന വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ എന്താണെന്ന് ചോദിക്കാം. ഈ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ a0 an bn വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഫൊറിയർ സീരീസിലാണ് നമ്മൾ ഈ ഫസ്റ്റ് ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസുകളായിട്ട് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുന്ന ഇൻ്റഗ്രേഷനിൽ ഇൻ്റഗ്രൽ യു വി സീക്വൽ ടു എന്താണ് ഇൻ്റഗ്രൽ യു വി എന്ന് പറഞ്ഞാൽ? ഇൻ്റഗ്രൽ യു വി സീക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ യു വി ഡി എക്സ് സീക്വൽ ടു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ 2 ഫംഗ്ഷൻ വരുന്ന കേസിൽ, പക്ഷേ ചില കേസിൽ 2 ഫംഗ്ഷനിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട യു വി ഡോ എക്സിന് നമ്മൾ ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. u ഇൻറ്റു v1 മൈനസ് u ഇൻറ്റു v1 മൈനസ് u ഡാഷ് v2 പ്ലസ്
u double dash v3 minus u triple dash v4 plus etc etc. ഓക്കെ ആണല്ലോ? എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പോൾ ഇൻ്റഗ്രൽ u v dx is equal to u v1. ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ മൈനസ് പിന്നെ പ്ലസ് പിന്നെ മൈനസ് പിന്നെ പ്ലസ് എന്നുള്ള രീതിയിലാണ് ഇത് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതായത് ആദ്യത്തെ പ്ലസ് പിന്നെ മൈനസ് പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ u എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ തന്നെ. എന്താണ് v1 എന്ന് പറഞ്ഞാൽ? v1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് വി ഡി എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തേൽ യു ഡാഷ് ഉണ്ട്. യു ഡാഷ് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. എന്താണ് യു ഡാഷ് എന്ന് പറഞ്ഞാൽ? യുവിൻ്റെ ഫസ്റ്റ് ഡിഫറൻഷ്യലാണ് യു ഡാഷ്. എന്താണ് വി ടു എന്ന് പറഞ്ഞാൽ? വി ടു ഡബിൾ ഇൻ്റഗ്രൽ അല്ല, പക്ഷേ വി ടു എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ വി വൺ ആണ്. ഓക്കെ, ഇൻ്റഗ്രൽ വി വൺ ഡി എക്സ് ആണ് ഇതെന്ന് പറയുന്നത് വി ടു എന്ന് പറയുന്നത്. അപ്പോൾ വി ത്രീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ വി ടു ഡി എക്സ് ആണ് വി ത്രീ എന്ന് പറയുന്നത്. യു ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. പിന്നെ ഈ പ്ലസ് മൈനസ് ഇങ്ങനെ ഓരോന്ന് എന്താ പറയുന്നത് ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും വരുന്നത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും വരുന്നത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എന്ത് വരും? ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്തത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന രണ്ട് പോയിന്റുകളാണ് നമുക്ക് വരുന്നത്. സൈൻ എൻ പൈ എന്ന് പറയുന്ന വാല്യൂ. സൈൻ എൻ പൈ വിൽ ബി 0. സൈൻ എൻ പൈ, അതായത് എൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ ആയിരിക്കും. 1 2 3 4 അല്ലെങ്കിൽ -1 -2 എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ എടുത്ത് 1 അല്ലെ സോറി -1 ഇല്ല, ഇൻറ്റിജർ 1 2 3 വരുന്നത്. ഓക്കെ, സോ സൈൻ പൈ, സൈൻ 2 പൈ, സൈൻ 3 പൈ, സൈൻ 4 പൈ നിങ്ങൾ ഏത് കൊടുത്താലും നിങ്ങൾക്ക് ഏതാണ് കിട്ടുക? 0 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ? 0 ആണ് കിട്ടുക. ബട്ട് ഇൻ കേസ് ഓഫ് കോസ് എൻ പൈ എന്താണ് വരുന്നത്? കോസ് എൻ പൈ is equal to -1 all raised to n. കോസ് എൻ പൈ is equal to എന്തായിരിക്കും? -1 all raised to n ആയിരിക്കും. അതായത് കോസ് നിങ്ങൾ 1 കൊടുത്താൽ കോസ് പൈ എത്രയാണ്? -1 ആണ്. കോസ് 2 പൈ എന്താണ്? 1 ആണ്. കോസ് 3 പൈ എന്താണ്? -1 ആണ്. കോസ് 4 പൈ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റുകളൊന്ന് ഓർത്ത് നോക്കുക. സൈൻ എൻ പൈ is equal to 0, കോസ് എൻ പൈ is equal to -1 all raised to n. -1 all raised to n. ഓക്കെ, അടുത്ത നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന സംഭവമാണ്. അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരുന്നത് ഇൻ്റഗ്രൽ. ഓക്കെ, ഇൻ്റഗ്രൽ സി ടു സി, ഇൻ്റഗ്രൽ സി ടു മൈനസ് സി ടു സി, സോറി ഇൻ്റഗ്രൽ മൈനസ് സി ടു സി, അതല്ലെങ്കിൽ മൈനസ് പൈ ടു പൈ, അല്ലെങ്കിൽ മൈനസ് എക്സ് ടു എക്സ്, മൈനസ് വൈ ടു പ്ലസ് വൈ, ഈ രീതിയിൽ മൈനസ് സി ടു സി. അതായത് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോവർ ലിമിറ്റിൻ്റെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അപ്പർ ലിമിറ്റ്. അതായത് മൈനസ് സി ആണെങ്കിൽ ഇവിടെ സി ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സ് ഡി എക്സ്, എഫ് ഓഫ് എക്സ് ഡി എക്സ് സീക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? എഫ് ഓഫ് എക്സ് ഡി എക്സ് സീക്വൽ ടു 2 into ഇൻ്റഗ്രൽ 0 to c എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതാം. എങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എഴുതാം. ഓർ ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ മൈനസ് സി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് 0 ആയിരിക്കും. ഈവൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? 2 into 0 to c എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതാം. എന്താണ് ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ? നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയുന്നത്. എന്താണ് ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എഫ് ഓഫ് മൈനസ് എക്സ് is equal to എഫ് ഓഫ് എക്സ് എന്നായിരിക്കും. എക്സാമ്പിൾ എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ കേസിലെടുത്താൽ, ഓക്കെ അല്ല, എക്സ് സ്ക്വയറിൻ്റെ കേസിലെടുത്താൽ എഫ് ഓഫ് എക്സ് is എക്സ് സ്ക്വയർ എടുത്താൽ നമ്മൾ മൈനസ് എക്സ് എടുത്താലും മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ എന്താണ് വരുന്നത്? പ്ലസ് എക്സ് സ്ക്വയർ തന്നെയാണ്. സോ എഫ് ഓഫ് മൈനസ് is equal to എഫ് ഓഫ് എക്സ് ആയിരിക്കും. കോസ് എക്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് എന്താ പറയുക ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ്. ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എഫ് ഓഫ് മൈനസ് എസ് is equal to മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. സിംപ്ലി എക്സ് ഒക്കെ ഓഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾ എഫ് ഓഫ് എക്സ് is equal to എക്സ് എഴുതുന്നത്, എഫ് ഓഫ് മൈനസ് എക്സ് എടുത്താൽ എന്താ കിട്ടും? നമുക്ക് മൈനസ് എക്സ് തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ എഫ് ഓഫ് മൈനസ് എക്സ് is equal to മൈനസ് എഫ് ഓഫ് എക്സ് ആണ് ഓഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് മൈനസ് എക്സ് is equal to എഫ് ഓഫ് എക്സ് ആണ് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഈ ഒരു സംഭവം 0 എടുക്കാം. ഓക്കെ ആണല്ലോ? ക്ലിയർ. അപ്പോൾ ഇതാണ് നമുക്ക് ഏത് വരുന്നത്? നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഇതായിട്ട് വരുന്ന ഫൊറിയർ സീരീസിൻ്റെ ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കായിട്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ നമ്മളിതാണ് Fourier series of f of x is equal to x. f of x is equal to x in the area, in the region 0 less than or equal to x less than or equal to 2 pi. 0 less than or equal to x less than or equal to 2 pi. ഏതപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് is equal to x. എഫ് ഓഫ് എക്സ് is equal to x. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം എന്താണ് ഫൊറിയർ സീരീസ്. ഞാൻ ഒന്നും കൂടെ ഇവിടെ എഴുതാം. എന്തായിരുന്നു നമ്മൾ ഫൊറിയർ സീരീസ് പറഞ്ഞത്? എഫ് ഓഫ് എക്സ് is equal to a0/2
പ്ലസ് സിഗ്മ n is equal to 1 ഇൻഫിനിറ്റി a raised to n cos nx അല്ലേ, a raised to n cos nx പ്ലസ് സിഗ്മ n is equal to 1 ഇൻഫിനിറ്റി b raised to n sin nx. അപ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണത്തെ പോലെ ചെയ്യുന്നു. ഇനി നമ്മൾ ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷനൊക്കെ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഇവിടെ ചെയ്ത പോലെ ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ കാണുന്ന സമയത്ത് തന്നെ എ എന്നും ബി എന്നിൻ്റെ ഒക്കെ വാല്യൂ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണത്തെ പോലെ ചെയ്യുന്നു. സോ എന്താണ് A0ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് A0 കണ്ടുപിടിക്കണം. എന്താ നമ്മൾ പറഞ്ഞത്? 1/π ഇൻ്റഗ്രൽ നമ്മൾ റേഞ്ച് എവിടെ നിന്ന് തൊട്ടിട്ട് ഏത് വരെയാണ്? റേഞ്ച് എന്ന് പറയുന്നത് 0 to 2π വരെയാണ് അല്ലേ. നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത് 0 to 2π വരെയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? 1/π ഇൻ്റഗ്രൽ 0 to 2π 1/π ഇൻ്റഗ്രൽ 0 to 2π നമ്മൾ ഫംഗ്ഷൻ ഇത് കൊടുക്കുക. ഇത് f(x) dx എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. f(x) dx എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് മുകളിലോട്ട് നോക്കിയാൽ മതി, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് അങ്ങനെ എഴുതാം 1/π ഇൻ്റഗ്രൽ 0 to 2π. എന്താണ് നമ്മൾ f(x) എന്ന് പറയുന്നത്? ഏതാണ് നമ്മളിവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? f(x) എന്ന് പറയുന്നത് x തന്നെ, x dx. സോ ദാറ്റ്സ് ഈക്വൽ ടു എക്സിൻ്റെ നിങ്ങൾക്കറിയാം x²/2 ആണ്. സോ x²/2. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ഒരു 1/π ഉണ്ട് ഇവിടെ, പുറത്ത് ഒരു 1/π ഉണ്ട്, ഇവിടെ പുറത്തൊരു 1/π വരുന്നുണ്ട്. സോ 1/π ഇൻറ്റു എക്സിൻ്റെ നമുക്കറിയാം x²/2 ആണ്. x²/2 0 to 2π വിച്ച് ഈസ് ഈക്വൽ ടു 0 to 2π വിച്ച് ഈസ് ഈക്വൽ ടു 0 to 2π വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 1/π ആദ്യം 2π എടുക്കുന്നു. 2π എടുക്കുമ്പോൾ 4π². ആ 2 ഇങ്ങോട്ട് എടുക്കാം, ആദ്യം പുറത്തോട്ട് എടുക്കാം, ഈ 2നെ അങ്ങോട്ട് എടുക്കാം. സോ 1/2π ഇൻറ്റു 4π² minus 0², 0. Okay, so that's equal to 1 of the pi get cancelled, then 2. So നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2π എന്ന് കിട്ടും. ഓക്കെ, A0 is equal to 2π. A0 is equal to 2π എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, A0 is equal to 2π. ഇനി അടുത്ത ഏതാണ് നമുക്ക് വേണ്ടത്? an വേണം. ഓക്കെ, an is equal to നമ്മൾ എന്താണ് ഇക്വേഷൻ പറഞ്ഞത്? an is equal to എന്താണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്? 1/π. നിങ്ങൾ എന്തായാലും ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് നോക്കണം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഫോറിയർ സീരീസിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, 1/π ഇൻ്റഗ്രൽ നമ്മൾ ഏതാണ്? നമ്മൾ 0 to 2π ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 1/π ഇൻ്റഗ്രൽ 0 to 2π f(x) ഇൻറ്റു കോസ് nx f(x) ഇൻറ്റു കോസ് nx dx ആണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/π ഇൻ്റഗ്രൽ 0 to 2π എന്താണ്? f(x) x കോസ് nx dx x cos nx dx. ഓക്കെ അല്ലേ, x cos nx dx. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ ഇത് കൊടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇൻ്റഗ്രൽ യു വി ഡി എക്സ് അല്ലേ. നമുക്ക് ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എടുക്കാം. ഈ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്താണ്? യു ഇൻറ്റു v1 എന്ന് ഓർത്തു അല്ലേ. യു ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? എക്സ്, ഒരു 1/π ഉണ്ടാവേ. 1/π ഇൻറ്റു എന്താണ് നമ്മളെന്താണ് ഇതിൻ്റെ എക്സ്പാൻഷൻ പറഞ്ഞത്? ഇൻ്റഗ്രൽ യു വി ഡി എക്സിൻ്റെ എന്താ നമ്മൾ പറഞ്ഞത്? യു v1 മൈനസ് u dash v2 പ്ലസ് u ട്രിപ്പിൾ ഡാഷ് v3 മൈനസ് എക്സെട്ര എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏതുവരെ 0 വരുന്നു അതുവരെ ചെയ്യാം നമ്മൾ. സോ ആദ്യം u v1 എടുക്കാം. u എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? x ആണ്. ഓക്കെ, സോ x ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ കോസ് nxൻ്റെ ഇൻ്റഗ്രേഷൻ. എന്താണ് ഇൻ്റഗ്രൽ കോസ് nx എന്ന് പറഞ്ഞാൽ? ഇൻ്റഗ്രൽ കോസ് nx dx എന്താണ് വരിക? കോസിൻ്റെ നമുക്കറിയാം എന്താണ്? ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ കോസിൻ്റെ വരുമ്പോൾ പ്ലസ് വരും. ഓക്കെ, കോസിൻ്റെ വരുമ്പോൾ സൈൻ nx വരും അല്ലേ. സൈൻ nx ഡിവൈഡ് ബൈ nxൻ്റെ ഒരു n ഉണ്ടാവും. സൈൻ nx ഡിവൈഡ് ബൈ nxൻ്റെ ഒരു n വരും. ഓക്കെ ആണല്ലോ, സോ എക്സ് ഇൻറ്റു സൈൻ nx ഡിവൈഡ് ബൈ n. സൈൻ nx ഡിവൈഡ് ബൈ n മനസ്സിലായോ? ഇൻ്റഗ്രൽ കോസ് nx dx എന്താണ് വരിക? കോസിൻ്റെ നമുക്കറിയാം സൈൻ ആണ്. സോ സൈൻ nxൻ്റെ എന്ത് വരും? 1/n വരും. ഓക്കെ, സോ സൈൻ nx ഡിവൈഡ് ബൈ n എന്ന് വരും. സോ സൈൻ nx ഡിവൈഡ് ബൈ n വരും. അപ്പോൾ സൈൻ nx ഡിവൈഡ് ബൈ n കിട്ടി. ദെൻ സൈൻ nx ഡിവൈഡ് ബൈ n മൈനസ് നമ്മൾ പറഞ്ഞു യു ഡാഷ് v2. യു ഡാഷ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? എക്സിൻ്റെ എന്താണ് വരുന്നത്? എക്സിൻ്റെ യു ഡാഷ് എന്താണ് വരിക? എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താ വരിക? 1 വരും. 1 ഇൻറ്റു v2 എന്ന് പറഞ്ഞാൽ ഏതാണ്? v1ൻ്റെ ഇൻ്റഗ്രൽ. ഓക്കെ, ഇവിടെ v1 നമുക്ക് എത്ര കിട്ടിയത്? v1 നമുക്ക് സൈൻ nx ബൈ n ആണ് കിട്ടിയത്. അപ്പോൾ v2 എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഏതാണ്? ഇൻ്റഗ്രൽ സൈൻ nx ബൈ n ആയിരിക്കും. ഓക്കെ, എന്താണ് ഇവിടെ v2 എന്ന് പറയുന്നത്? v2 എന്ന് പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെന്താണ് ഇതാ ഈ ഒരു ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം.
ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്നിൻ്റെ ഇക്വേഷൻ മനസ്സിലാവാത്തൊരു ഒന്നും കൂടെ അവിടെ ശ്രദ്ധിക്കുക. എ എന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് എന്നാണ്. സോ 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി എക്സ് ഇൻറ്റു കോസ് എൻ എക്സിന് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സിനെ നമ്മൾ യു വി എന്നുള്ളതിൽ എഴുതും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ യു വിയുടെ എക്സ്പാൻഷൻ ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് തന്നു, നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ് ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്ന് പറഞ്ഞാൽ യു വി വൺ മൈനസ് യു ഡാഷ് വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് വി ത്രീ മൈനസ് എക്സെട്ര എന്നാണ്. ഓക്കെ ആണല്ലോ. അതിലെന്താണ് വി വൺ എന്ന് പറഞ്ഞാൽ വി വൺ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ വി വൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് എൻ എക്സ്. കാരണം ഇതിനാണ് നമ്മൾ വി എടുത്തത്, അത് ഇൻ്റഗ്രൽ വി ആണ് വരിക. സോ ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് വരും. എന്താണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ വരിക? കോസിൻ്റെ നമുക്കറിയാം സൈൻ എൻ എക്സ് ആണ്. പിന്നെ നമ്മൾ ട്രിഗണോമെട്രി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് കിട്ടും. സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ വി വൺ എന്ന് പറയുന്നത്. ഇനി എന്താണ് വി ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താണ് വി ടു എന്ന് പറഞ്ഞാൽ വി ടു എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ വി വൺ ഡി എക്സ് ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി വൺ ഏതാണ് നമുക്ക് കിട്ടിയത്? സൈൻ എൻ എക്സ്. അത് എടുക്കുമ്പോൾ നമ്മൾ ആ കോൺസ്റ്റൻറ്റ് എടുക്കണം. സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ എൻ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ആ 1/n ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം. 1/n ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ എന്താണ് മൈനസ് കോസ് എൻ എക്സ് ആയിരിക്കും. സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എൻ എക്സ്. പിന്നെ എൻ എക്സിൻ്റെ ഇൻ്റെതായിട്ട് നമ്മൾ ഡിവൈഡ് ബൈ എൻ എന്നും കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ദാറ്റ് ഈസ് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. സോ 1 ഇൻറ്റു നമ്മൾ പറഞ്ഞു അടുത്ത് എന്താണ് 1 ഇൻറ്റു യു ഡാഷ് ആണ്. നമ്മൾ ഇവിടെ 1 എടുക്കാൻ കാരണം എന്താണ്? ഇവിടെ മൈനസ് യു ഡാഷ് ആണ്. ആ യു ഡാഷ് ആണ് 1 വരുന്നത്. വി ടു എന്താ നമുക്ക് കിട്ടുക? മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഇനി അടുത്തേതാ? പ്ലസ് യു ഡബിൾ ഡാഷ് വി ത്രീ ആണ്. ഇനി അങ്ങോട്ട് ചെയ്യണോ? കാരണം എന്താ യു ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഈ 1ൻ്റെ ഡിഫറൻഷ്യൽ 0 അല്ലേ വരുന്നത്. ഇനി അങ്ങോട്ടുള്ള ടേം ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അത് വേണ്ട. നമുക്ക് ഇൻ്റഗ്രൽ ഏത് മുതൽ ഏത് വരെയാണ്? 0 to 2π. 0 to 2π. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാം. സോ നമുക്ക് വാല്യൂസ് കൊടുക്കാം. 1/π. ഓക്കെ, നിങ്ങൾ 2π കൊടുത്താലും 0 കൊടുത്താലും ആര് 0 ആയിരിക്കും? ഈ ഒരു ടേം 0 ആയിരിക്കും. കാരണം എന്താ? 2π കൊടുക്കുമ്പോൾ സൈൻ 2πx ആണ് കിട്ടുക. ഞാൻ പറഞ്ഞു സൈൻ എൻ എക്സ് എന്ന് സൈൻ πx എന്ന് പറയുന്നത് എന്താണ്? അത് 2π ആയാലും 3π ആയാലും 4π ആയാലും സൈൻ 2πnx 2πx ആയാലും 3πx ആയാലും ഒക്കെ സോറി ഇവിടെ വരെ സൈൻ എൻ നമ്മൾ എക്സിനാട്ടോ കൊടുക്കുന്നത്, എന്നല്ല സോറി. സോ നമ്മൾ എന്ത് ചെയ്തു? എക്സിന്. അപ്പോൾ ഇവിടെ സൈൻ എൻ ഇൻറ്റു 2π എന്ന് കിട്ടും. അതായത് സൈൻ 2πn എന്ന് കിട്ടും. എന്നിന് ഏത് വാല്യൂ കൊടുത്താലും സൈൻ 2πn എന്താണ് നമുക്ക് കിട്ടുക? 0 ആണ് കിട്ടുക. ഇനി 0 കൊടുത്താലും 0 ഇൻറ്റു എൻ എന്ന് വരുമ്പോൾ സൈൻ 0 വരുമ്പോൾ 0 കിട്ടും. അല്ലെങ്കിൽ ഇവിടെ 0 വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ടേം നമുക്ക് എന്തായിരിക്കും? 2π കൊടുത്താലും 0 കൊടുത്താലും ഈ ടേം കംപ്ലീറ്റ് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇവിടെ ഇനി ഒരു മൈനസും കൂടെ പ്ലസ് ആവും. സോ ആദ്യം 2π കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുക? കോസ് 2πn. ഓക്കെ, കോസ് 2πn. എക്സിന് നമ്മൾ 2π കൊടുക്കുന്നു ഡിവൈഡ് ബൈ എൻ സ്ക്വയർ മൈനസ് ഇനി 0 കൊടുക്കുന്നു. കോസ് n 0 വരുമ്പോൾ 0 കോസ് 0 ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, കോസ് 0 ഡിവൈഡ് ബൈ എൻ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഫോറിയർ സീരീസ് എഴുതുന്നതുകൊണ്ടാണ് ഇത്രയും സമയം ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് എക്സാമിന് ഒന്നെങ്കിൽ A0 അല്ലെങ്കിൽ AN BN അങ്ങനെ ഏതെങ്കിലും ഒരു ടേം നമുക്ക് ചോദിക്കും. ഓക്കെ, സോ 1/π ഇൻറ്റു എന്താണ് കോസ് 2πn എന്ന് പറഞ്ഞാൽ? കോസ് 2πn എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു കോസ് nπ എന്ന് പറയുന്നത് ഈക്വൽ ടു -1 ഹോൾ റൈസ് ടു n ആണെന്നുള്ളത് അല്ലേ? കോസ് nπ എന്ന് പറയുന്നത് -1 ഹോൾ റൈസ് ടു n ആണെന്നുള്ളത്. സോ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ 2πn 1 കൊടുത്താൽ 2π, 2 കൊടുത്താൽ 4π, 6π ഒക്കെ ഓടായിരിക്കും അല്ല സോറി ഒക്കെ ഈവൻ ആയിരിക്കും. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? 1 ആണ് അവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/n² ആയിരിക്കും. മൈനസ് 0 കൊടുത്താൽ നിങ്ങൾക്കറിയാം 1/n². സോ n ഔട്ട് സൈഡ് എടുത്തില്ലെങ്കിലും എന്താണ് കിട്ടുക? 1 മൈനസ് ഇത് രണ്ടും സെയിം ആണ്. 0 കിട്ടും. 0 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ നമുക്ക് an സീക്വൽ നമുക്ക് എന്താ കിട്ടിയത്? an സീക്വൽ 0 ആണ് കിട്ടിയത്. an 0 ആയിട്ട് a1 എന്തായിരിക്കും? a1 സീക്വൽ എന്താണ് നമ്മൾ പറയുന്നത്? ഓക്കെ, a1 സീക്വൽ നമ്മൾ എന്താ പറയുക? ഇവിടെ എന്നിൻ്റെ ടേം ഇല്ല, 0 ആയിരിക്കും. a2 സീക്വൽ എന്തായിരിക്കും? 0 ആയിരിക്കും. an 0 ആണെങ്കിൽ a1 a2 ഒക്കെ എന്തായിരിക്കും നമുക്ക് വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, 0 ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ അടുത്ത ഏതാണ് ചെയ്യുന്നത്? അടുത്തത് നമ്മൾ bn കണ്ടുപിടിക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ bn കണ്ടുപിടിക്കുന്നു. ഓക്കെ ആണല്ലോ. സോ എന്താണ് bnൻ്റെ ഇക്വേഷൻ പറ? bn is equal to 1/π. പറയണം എന്താ bnൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? bn is equal to 1/π 0 to 2π f of x
f of x sin nx dx, f of x sin nx dx, f of x sin nx dx, which is equal to 1 by pi integral 0 to 2 pi x into sin nx dx, x into sin nx dx. ഈ എക്സിനെ നമ്മൾ യു എടുക്കുന്നു, സൈൻ എൻ എക്സിനെ നമ്മൾ എന്തെടുക്കുന്നു, വി എന്ന് എടുക്കുന്നു, സൈൻ എൻ എക്സിനെ നമ്മൾ വി എന്ന് എടുക്കുന്നു. സോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു ഇൻറ്റു യു എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വാട്ട് ഈസ് ദ ഇൻറ്റഗ്രൽ ഓഫ് സൈൻ എൻ എക്സ്, സൈനിൻ്റെ നമുക്കറിയാം മൈനസ് കോസ് ആണ്. സോ മൈനസ് കോസ് എൻ എക്സ്, സോറി ഇവിടെ 1 by pi വരുന്നുണ്ട്, എപ്പോഴും വിട്ടുപോകുന്നതാണ്, 1 by pi മാറിപ്പോയരുത്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഒരു 1 by pi, നമ്മൾ 1 by pi ഇല്ലാതെ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അവർ ആൻസറിൽ 1 by pi ഇല്ലാത്ത ആൻസർ കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ തെറ്റിക്കും. ഓക്കെ, എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇൻറ്റഗ്രേഷൻ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ, മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ, എൻ മൈനസ് എക്സിന് നമുക്കറിയാം 1 ആണെന്നുള്ളത്. ദെൻ വി ടു എന്ന് പറഞ്ഞാൽ വി വണ്ണിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ, മൈനസ് കോസ് എൻ എക്സിന് എന്താ വരിക, മൈനസിൻ്റെ മൈനസ് വരും. കോസ് എൻ എക്സിൻ്റെ നമുക്കറിയാം സൈൻ എൻ എക്സ് ആണ്, സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ ഇതിൻ്റെ ഒരു എൻ ഉണ്ടാവും, ഇവിടെ ഓൾറെഡി ഉള്ളൊരു എൻ ഉണ്ടാവും. സോ എൻസ് സ്ക്വയർ. ഓക്കെ, എൻ സ്ക്വയർ. ഈ വി ടു എടുക്കുന്ന കുറേ ആൾക്കാർക്ക് ഡൗട്ടുള്ള എന്താണ് വി ടു, നിങ്ങൾക്ക് ഡൗട്ട് അടിക്കരുത് കേട്ടോ. എന്താ വി ടു എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, ഇൻറ്റഗ്രൽ വി വൺ ഡി എക്സ് ആണ്. ഓക്കെ, എന്താണ് ഇവിടെ ഇൻറ്റഗ്രൽ വി വൺ എന്ന് പറഞ്ഞാൽ, സോറി എന്താണ് ഇവിടെ വി വൺ എന്ന് പറയുന്നത്, ഇതാ ഇത് മൊത്തത്തിലുള്ളതാണ് വി വൺ എന്ന് പറയുന്നത്. സോ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ ആണ് വി വൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എടുക്കുമ്പോൾ നമ്മൾ ആ മൈനസ് ഔട്ട് സൈഡ് എടുക്കുന്നു. കോസ് എൻ എക്സിൻ്റെ നമുക്കറിയാം സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ ഓൾറെഡി ഒരു എൻ ഉണ്ട്, പിന്നെ കോസ് എൻ എക്സിൻ്റെ ചെയ്യുമ്പോൾ ഒരു എന്നും. സോ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ് നമുക്ക് അവിടെ കിട്ടുക. അടുത്ത ടൈം അങ്ങോട്ട് 0 ആയിരിക്കും, അപ്പോൾ അത് വേണ്ട. ഇൻറ്റഗ്രൽ കൊടുത്തുകൊണ്ട് നമുക്ക് ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2 pi. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂ കൊടുക്കുന്നു, 1 by pi, 1 by pi, 1 by pi. ഈ ടേം എന്തായാലും എന്തായിരിക്കും, 0 ആയിരിക്കും. അത് ചെയ്യേണ്ട, കാരണം 2 pi കൊടുത്താലും 0 ആയിരിക്കും, 0 കൊടുത്താലും 0 ആയിരിക്കും. സോ ഈ ടേം കംപ്ലീറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രം കൊടുത്താൽ മതി. അവിടെ നെഗറ്റീവ് ഞാൻ ഇതിന് ഔട്ട് സൈഡ് എടുക്കുന്നു, മൈനസ്. ഓക്കെ, മൈനസ്. ആദ്യം നമ്മൾ 2 pi എടുക്കുന്നു. 2 pi എടുക്കുമ്പോൾ 2 pi ഇൻറ്റു എക്സിനും കൊടുക്കണം, 2 pi ഇൻറ്റു കോസ് 2 pi n, cos 2 pi n divided by n, cos 2 pi n divided by n മൈനസ് 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ 0 വരും, 0 ഇൻറ്റു ബാക്കി ഏത് ടേം ആയാലും നമ്മൾ നോക്കണ്ട, ബാക്കിയൊക്കെ എന്ത് വരും, 0 ആവും. ഓക്കെ ആണല്ലോ. സോ വിച്ച് ഈസ് ഈക്വൽ ടു cos 2 pi n എന്താടോ, എന്നിന് 1 കൊടുത്താൽ 2 pi, 2 കൊടുത്താൽ 4 pi, ഏത് വന്നാലും കോസിൻ്റെ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. നോ ഈ പയ്യും ക്യാൻസൽ ആവും, ക്യാൻസൽ ആവും. സോ നമുക്ക് എന്ത് കിട്ടും, മൈനസ് 2 by n എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, മൈനസ് 2 by n ആണ് നമുക്ക് ഏത് കിട്ടുക, ബി എൻ കിട്ടുക. മനസ്സിലായിട്ട് എങ്ങനെ ബി എൻ കിട്ടിയെന്നുള്ളത് ഇവിടെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഞാൻ ഒന്നും കൂടെ പറയാം എങ്ങനെയാണ് നമ്മൾ 2 pi 0 കൊടുത്തതെന്നുള്ളത്. നമ്മൾ 2 pi 0 കൊടുത്താൽ 2 കൊടുത്താലും ഈ ടേം 0 ആവും. നിങ്ങളിവിടെ 2 pi കൊടുത്താൽ സൈൻ 2 piയുടെ ടേം വരും, അത് 0 ആവും. ഇവിടെ 0 കൊടുത്താൽ സൈൻ 0 ആവും, 0 ആയിട്ട് മാറും. പിന്നെ ഇവിടെ നമ്മൾ ഈ മൈനസ് ആദ്യം ഔട്ട് സൈഡ് എടുത്തു. സോ മൈനസ് 1 by pi. പിന്നെ നമ്മളുള്ളത് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. അതിന് 2 pi, എക്സിന് 2 pi കൊടുക്കുക ആദ്യം. സോ 2 pi ഇൻറ്റു കോസ് 2 pi n, എക്സിന് വരാൻ 2 pi ഡിവൈഡ് ബൈ എൻ മൈനസ്, പിന്നെ എക്സിന് 0 ആണ് വരിക. അപ്പോൾ ഇവിടെ എക്സിന് 0 ആണ് വരിക. പിന്നെ ഏത് ടേം ഒന്നാലും നോക്കേണ്ടത് 0 വരും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ് 2 pi എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. സോ അവിടെ 1 by n വരും. സോ പൈ ക്യാൻസൽഡ്. സോ മൈനസ് 2 pi n. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി എൻ ഇസ് ഈക്വൽ ടു മൈനസ് 2 by n കിട്ടും. ഓക്കെ, ബി എൻ ഇസ് ഈക്വൽ ടു മൈനസ് 2 by n. അപ്പോൾ ഇത് നമുക്ക് B1 ഉം B2 ഒക്കെ എഴുതാലോ. അപ്പോൾ എന്താ B1 വരിക, B1 ഇസ് ഈക്വൽ ടു മൈനസ് 2 by 1. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2. ഓക്കെ, B2 എന്താണ് വരിക, B2 ഇസ് ഈക്വൽ ടു മൈനസ് 2 by 2. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1. B3 ഇസ് ഈക്വൽ എന്താ വരിക, B3 ഇസ് ഈക്വൽ ടു മൈനസ് 2 by 3. ഓക്കെ, എക്സെട്ര, മൈനസ് 2 by 3 എക്സെട്ര. അപ്പോൾ നമുക്ക് ഫോർവേഡ് സീരീസ് ചെയ്താലോ. എന്താ ഫോർവേഡ് സീരീസ് വരിക, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു A0 by 2. A0 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, എന്താ കിട്ടിയത്, 2 pi അല്ല കിട്ടിയത്. സോ 2 pi by 2 ആണ് ഏത് വരിക, ഫസ്റ്റ് A0 by 2 പ്ലസ് എടോ എ വരും, നമ്മൾ A1 കോസ് ഇത് വരുന്ന ടേം കംപ്ലീറ്റ് നമുക്ക് 0 അല്ല കിട്ടുക, കാരണം നമുക്ക് എന്താണ് an 0 ആണ് കിട്ടിയത്. സോ A1 0, A2 0, A3 0 കംപ്ലീറ്റ് 0 ആവും. ദെൻ അടുത്ത് B1 sin x, B1 എത്രയാണ്, മൈനസ് 2 sin x മൈനസ് B2 എന്താ വരിക, -1 അല്ലെങ്കിൽ പ്ലസ് ഇട്ടിട്ട് എഴുതാം, പ്ലസ് -1 sin 2x പ്ലസ് -2 by 3 sin 3x പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, പ്ലസ് എക്സെട്ര. ഒന്നുകൂടെ വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ 2 ക്യാൻസൽ ചെയ്ത് നമുക്ക് പൈ -2 ഔട്ട് സൈഡ് എടുക്കാം. പൈ -2 ഞാൻ പൈ -2 ഔട്ട് സൈഡ് എടുത്താൽ പൈ -2 എടുത്താൽ sin x പ്ലസ് 2 sin 2x പ്ലസ് 2 sin 2x പ്ലസ്, സോറി നമുക്ക് എന്താ 1/2 അല്ലേ വരും ഇവിടെ, എന്നാലും നമുക്ക് ക്യാൻസൽ ആവും. 1/2 sin 2x പ്ലസ്
അടുത്ത നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ -2 എടുത്തത്. അപ്പോൾ എന്താ വരിക? ബാക്കി 1/3 sin 3x പ്ലസ് എക്സെട്ര എന്നുള്ള രീതിയിൽ നമുക്ക് സീരീസ് കിട്ടും. ഓക്കെ, പ്ലസ് എക്സെട്ര π - 2. അപ്പോൾ ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യില്ല, ഈ രീതിയിൽ നമ്മളോട് എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കില്ല. ഞാനിത് A0യും A-നും B-നും എങ്ങനെ കിട്ടും, അത് വെച്ചിട്ട് എങ്ങനെ ഫൊറിയർ സീരീസ് എഴുതാമെന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചാണ്. നമുക്ക് വരുന്ന പ്രോബ്ലംസ്, മോഡൽ പ്രോബ്ലംസ് എങ്ങനെ വരുന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ പഠിച്ചു വെക്കേണ്ട ഏതാണ്? A0, AN, BN ഈ മൂന്നെണ്ണത്തിൻ്റെയും ഇക്വേഷൻ എങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതാണ് f(x) = x plus x square. f(x) = x plus x square. നമ്മൾ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് -π to π. -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആണ് നമ്മളോട് റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് A0 കണ്ടുപിടിക്കണം, AN കണ്ടുപിടിക്കണം, BN കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമിന് ചോദിക്കാം. എന്നിട്ട് ഓരോ ഓപ്ഷനിൽ 3 വാല്യൂസ് തരാം നിങ്ങൾക്ക്. ഓക്കെ, അതല്ലെങ്കിൽ എന്ത് വരാം, ഏതെങ്കിലും ഇതിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. കൂടുതൽ ചാൻസ് അതിനാണ്. നമുക്ക് ആദ്യം ഓരോന്ന് 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം A0. എന്താ A0യുടെ ഇക്വേഷൻ? A0 = ഇൻ്റഗ്രൽ 1/π ഇൻ്റഗ്രൽ ഏതാ നമുക്ക് -π to π ആണ്. -π to π ആണ് 1/π -π to π -π to π f(x) dx which is equal to 1/π integral -π to π -π to π. എന്താണ് f(x) പറയുന്നത്? x plus x square അല്ലേ? x plus x square dx which is equal to 1/π. നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. which is equal to 1/π. എക്സിൻ്റെ എന്താണോ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്? എക്സിൻ്റെ എന്താണ്? x square plus x square x³/3. that is -π to π. that is -π to π which is equal to 1/π which is equal to 1/π. നിങ്ങൾ ആദ്യം ഇത് കൊടുക്കുക, പൈ കൊടുക്കുക. പൈ കൊടുക്കുമ്പോൾ π² plus π³/3 π² plus π³/3 minus of പൈ കൊടുക്കും മൈനസ്, അടുത്ത മൈനസ് പൈ കൊടുക്കുക. -π ഹോൾ സ്ക്വയർ എന്താണ് വരിക? π² തന്നെ വരിക അല്ലേ? π² തന്നെയാണ് വരിക. ദെൻ -π³ എന്താ വരിക? -π³ തന്നെ -π³/3 which is equal to, ഇവിടേക്കാണ് നിങ്ങൾ കൂടുതൽ തെറ്റിക്കുക, 1/π into π² plus π³/3 minus π² plus π³/3 ഓക്കെ, which is equal to ഏതൊക്കെ ക്യാൻസൽ ആവും? π² minus π². ഇവിടെ എന്ത് വരും? 2π³/3 എന്ന് വരും. 2π³/3. അതിലൊരു പയ്യും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടും 2π²/3 അല്ലെങ്കിൽ 2/3 π². ഓക്കെ, A0 = നമുക്ക് എന്ത് കിട്ടും? 2π²/3. A0 = 2π²/3. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? x plus x² നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ x² ആണ്, x²ൻ്റെ x³/3 ആണ്. ആദ്യം നമ്മൾ പൈ കൊടുക്കുന്നു. ഓക്കെ, ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുന്നു, രണ്ടിനും പൈ കൊടുക്കുക. സോ ഇവിടെ π² വരും, പ്ലസ് ഇവിടെ എന്ത് വരും? π³/3 എന്ന് വരും. π² π³/3 മൈനസ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് കൊടുക്കണം, കാരണം ആ മൈനസ് മൊത്തത്തിൽ പിന്നെ വരുന്നതാണ്. -π കൊടുക്കുക. -π ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? π² തന്നെ ആയിരിക്കും. സോ π² തന്നെ. -π ഹോൾ³/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബാണ്. അപ്പോൾ -π³/3. സോ -π³/3. ഈ മൈനസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ -π² മൈനസ് പ്ലസ് ആവും, പ്ലസ് π³/3 ആവും. സോ π² മൈനസ് π² ക്യാൻസൽ ആവും. π³/3 പ്ലസ് π³/3 2π³/3. അതിലൊരു പൈ ക്യാൻസൽ ചെയ്യുമ്പോൾ 2π²/3 ആണ് നമുക്ക് ഏത് കിട്ടുക? A0 കിട്ടുക. അപ്പോൾ ഓപ്ഷനിൽ പല ഡിഫറൻസിൽ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. 2π², 2π³/3, 3π², 3/2π² ഈ രീതിയിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഏതാണോ കറക്റ്റ് ആൻസർ അത് ആൻസർ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമ്മൾ AN ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, AN എന്താണ്? ANൻ്റെ ഇക്വേഷൻ 1/π ഇൻ്റഗ്രൽ -π to π f(x) into cos nx dx f(x) into cos nx dx f(x) into cos nx dx which is equal to 1/π integral -π to π which is equal to 1/π integral -π to π 1/π integral -π to π. എന്താണ് f(x) എന്ന് പറയുന്നത്? ഇവിടെ x plus x square into cos nx dx. okay, x plus x square into cos nx dx okay ആണല്ലോ, which is equal to നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഡിഫറൻഷ്യൽ എന്താണ് കിട്ടുക? u' എന്താ നമുക്ക് കിട്ടുക?
യു ഡാഷ് 1 + 2x എന്ന് കിട്ടും. ഓക്കെ, യു ഡബിൾ ഡാഷ് എന്ത് കിട്ടും? യു ഡബിൾ ഡാഷ് 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ യു ഡബിൾ ഡാഷ് വരെ ചെയ്യണം നമ്മളതിനെ. ഓക്കെ, നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കറിയാം യു എന്ന് പറയുന്നത് x+x². നമ്മൾ ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇത് യുവും വിയും എടുത്തിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? യു ഡാഷ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ 1 + x² 2x, കാരണം ഡിഫറൻഷിയേഷൻ ആണ്. പിന്നെ യു ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ അതിനെ ചെയ്യുമ്പോൾ 1 + 0 + 2x 2 എന്ന് കിട്ടും. പിന്നെ അങ്ങോട്ട് വേണ്ട. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 1/π ഇൻറ്റു സോ ഫസ്റ്റ് യു x+x² ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ കോസ് nxൻ്റെ എന്താണ്? സൈൻ nx ആണ് നമുക്കറിയാം. സോ സൈൻ nx / n അടുത്ത ടൈം മൈനസ് യു ഡാഷ് എന്ന് പറഞ്ഞാൽ 1 + 2x യു ഡാഷ് എന്ന് പറയുന്നത് 1 + 2x ഇൻറ്റു v1. ഓക്കെ, v2 അടുത്ത v2 പറഞ്ഞാൽ v1ൻ്റെ സൈൻ nxൻ്റെ എന്താണ്? മൈനസ് കോസ് nx / n². ആ nxൻ്റെ ഒരു എന്നും ഓൾറെഡി ഉള്ള n². ഓക്കെ, n². അടുത്ത പ്ലസ് ആയിരിക്കും, കാരണം നമ്മൾ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത പ്ലസ് ആയിരിക്കും. പ്ലസ് യു ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 + 2xൻ്റെ ഡിഫറൻഷ്യൽ എന്താ വരിക? 2 മാത്രമാണ് വരുന്നത്. 2 ഇൻറ്റു v3 എന്ന് പറഞ്ഞാൽ എന്താണ്? v2ൻ്റെ ഇൻ്റഗ്രൽ. ഇതിൻ്റെ ഇൻ്റഗ്രൽ വരും. ഇതിൻ്റെ ഇൻ്റഗ്രൽ വരുമ്പോൾ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. കോസ് nxൻ്റെ നമുക്കറിയാം സൈൻ nx ആണ്. സൈൻ nx / nxൻ്റെ ഒരു എന്നും ഓൾറെഡി ഉള്ള n² അടക്കം അപ്പോൾ n³. ഇതാണ് ഇതിൻ്റെ അത് വരിക. പിന്നെ അങ്ങോട്ടില്ല, കാരണം പിന്നെ 2ൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ്. പിന്നെ അങ്ങോട്ട് എടുക്കണ്ട. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ വരിക? -π to π ആണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വരുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിനി വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കറിയാം പൈ കൊടുത്താലും -π കൊടുത്താലും സൈന് വരുന്ന ടേമുകളൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, പൈ കൊടുത്താലും -π കൊടുത്താലും സൈൻ അല്ലേ? സൈൻ -π ആയാലും സൈൻ π ആയാലും ഇനി അതിൻ്റെ മൾട്ടിപ്പിളുകളായാലും സൈൻ -2π -3π സൈൻ 3π ആയാലൊക്കെ എന്താണ് നമുക്ക് വരുന്നത്? 0 ആണ്. അപ്പോൾ ആ ടേമുകളൊക്കെ നമുക്ക് എന്താണ്? 0 വരെ. അത് ചെയ്യാൻ നിൽക്കേണ്ടത് നമ്മൾ. ഓക്കെ, ക്ലിയർ. ബാക്കി വരുന്നവർക്ക് നമുക്ക് കൊടുത്തു നോക്കാം. സോ 1/π ഈ രണ്ട് മൈനസ് വരുമ്പോൾ നമുക്കത് പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം 2 മൈനസ്. ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പൈ കൊടുക്കുന്നു. പൈ കൊടുക്കുമ്പോൾ 1 + 2 ഇൻറ്റു പൈ. സോ 1 + 2π കോസ് πn / n² മൈനസ് പൈ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്കിവിടെ 1 - 2π എന്ന് കിട്ടും അല്ലേ? 1 + 2π പകരം 1 - 2π എന്ന് കിട്ടും. 1 - 2π കോസ് എക്സിന് വരെ -π അല്ലേ? -πn കോസ് -πn /n². Okay, divided by n², which is equal to 1/π. എന്താണ് cos -π എന്ന് പറഞ്ഞാൽ കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അതെന്തായിരിക്കും? കോസ് πn തന്നെ ആയിരിക്കും. ഓക്കെ, കോസ് -π എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? കോസ് πn തന്നെ ആയിരിക്കും, കാരണം അതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് അവിടെ വരുന്നത്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ +2π cos πn / n² ഉണ്ട്. മൈനസ് നമുക്ക് ഏത് വരുന്നുണ്ട്? ഒരു മൈനസും കൂടെ ഇവിടെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നൗ കോസ് πn നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. കോസ് πn / n². കോസ് πn / n² ഔട്ട് സൈഡ് എടുക്കാം. കോസ് πn / n² ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി എന്താണ് വരുന്നത് ഇവിടെ? ഓക്കെ, ബാക്കി വരുന്നത് ഇവിടെ ഒരു 1 + 2π ഉണ്ട്. 1 + 2π ദെൻ -1 ഈ മൈനസ് വരുമ്പോൾ +2π. ഓക്കെ ആണല്ലോ? +2π നമുക്ക് ഏത് കിട്ടും? 1ഉം -1ഉം ക്യാൻസൽ ആവും. സോ 2π എത്ര? 4π വരും. ഓക്കെ, 2π എത്ര വരുന്നത്? 4π വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 4π / n²π. എന്താ കോസ് πn വരിക? നമ്മൾ പറഞ്ഞു കോസ് πn എന്താണ്? -1/n ആണെന്ന് പറഞ്ഞു അല്ലേ? -1/n ആണ് ഏതെന്ന് പറയുന്നത്? കോസ് πn എന്ന് പറയുന്നത്. പിന്നെ ബാക്കി അവിടെ വരുന്നത് കോസ് πn ആണ്. ഈ പയ്യും ക്യാൻസൽ ചെയ്യാം. സോ വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? -1/n 4/n². ഓക്കെ, 4/n². ഇതാണ് നമ്മളെ a⁻n എന്ന് പറയുന്നത്. ഓക്കെ, സോറി, an എന്ന് പറയുന്നത്. an = എന്താണ്? an = 4/n² -1/n എന്ന് പറയാം, അല്ലെങ്കിൽ -1/n × 4/n². മനസ്സിലായാലോ എങ്ങനെ 4/n² കിട്ടിയത്? ഈ പൈ രണ്ടും ക്യാൻസൽ ആവും. നമ്മളിവിടെ എന്ത് ചെയ്തു? ബ്രാക്കറ്റിൽ എടുത്താണ്. ഇവിടെ കോസ് -πn / n² പറയുന്നത് എന്തായിരിക്കും? കോസ് -π എന്ന് പറഞ്ഞാൽ കോസ് πn തന്നെയാണ്. അപ്പോൾ കോസ് πn / n² രണ്ടും എടുത്തുകൊണ്ട് ഞാൻ ഔട്ട് സൈഡ് എടുത്തു. പിന്നെ ബാക്കി വരുന്നത് ഇവിടെ ഒരു 1 + 2π -1 - 2π ആണ്. സോ
-1 ഇൻറ്റു -1 മൈനസ് ഓഫ് -2π എന്ന് പറയുമ്പോൾ +2π. ആ 1ഉം -1 ക്യാൻസൽ ആണ്. 2π + 2π 4π ആണ്. ആ 4π ഔട്ട് സൈഡ് എടുത്തു. സോ 4π ഡിവൈഡ് ബൈ n² എടുത്ത് n²π. പിന്നെ ബാക്കി വരുന്നത് cos πn ആണ്. നമ്മൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. cos πn is equal to sin πn always 0 ആയിരിക്കും. cos πn എന്താണ് -1 n raised ആണെന്നുള്ളത്. ഓക്കെ, സോ cos πn വരെ ഞാൻ -1 n എഴുതുന്നു. പൈ രണ്ടും ക്യാൻസൽ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എന്നെ ചോദിച്ചോളൂ. ഇനി a1 ചോദിച്ചാൽ എന്താ വരിക? a1 is equal to എന്തായിരിക്കും? 4/1² ഇൻറ്റു -1 എന്ന് കൊടുത്താൽ നമുക്കറിയാം -1 തന്നെയാണ്. -1, സോ ദാറ്റ്സ് ഈക്വൽ ടു -4 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ നമുക്ക് a1 ഏറ്റൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മുടെ a നെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ a കിട്ടിയാലോ? അപ്പോൾ നമുക്ക് a0 കിട്ടി, അതുപോലെ നമുക്ക് ഏതും കിട്ടി, a കിട്ടി. ഓക്കെ, നമുക്ക് a0 കിട്ടി, അതുപോലെ നമുക്ക് ഏതും കിട്ടി, a നമുക്ക് കിട്ടിയിട്ടുണ്ട്. a0 കിട്ടി, അതുപോലെ നമുക്ക് ഏത് കിട്ടിയിട്ടുണ്ട്, a കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ bn is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻ? 1/π ഇൻ്റഗ്രൽ 1/π ഇൻ്റഗ്രൽ -π to π. ഇതല്ല നമ്മുടെ റേഞ്ച് പറഞ്ഞത്. -π to π f of x എന്ന് പറയുന്നത് എന്താണ്? x plus x² ഇൻറ്റു sin nx ആണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. sin nx dx ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, sin nx dx ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു sin nx dx ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു 1/π നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് u എന്ന് പറഞ്ഞാൽ x plus x² ഇൻറ്റു sin nxൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണോ? sin nxൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? sin ആയതുകൊണ്ട് മൈനസ് വരും. -cos nx ഡിവൈഡ് ബൈ n². -cos nx ഡിവൈഡ് ബൈ n² ഇല്ല, ഇവിടെ n ഉണ്ടാവും. ഡിവൈഡ് ബൈ n. ഓക്കെ, ഡിവൈഡ് ബൈ n മൈനസ് u' നമ്മൾ പറഞ്ഞത് എന്താണ് വരുന്നത്? 1 + 2x ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ -cos nxൻ്റെ എന്താണ്? മൈനസ് ഉണ്ടാവും. cos nxൻ്റെ നമുക്കറിയാം sin nx ആണ്. sin nx ഡിവൈഡ് ബൈ ഒരു n ഉണ്ട്. ഇവിടെ വരുന്ന n അടക്കം നമുക്ക് n² വരും. ഓക്കെ, ഇവിടെ വരുന്ന n അടക്കം നമുക്ക് n² വരും. അടുത്ത പ്ലസ് എന്ത് വരും? 2 ഇൻറ്റു അടുത്ത പ്ലസ് 1 + 2xൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു sin nxൻ്റെ എന്താണ് വരിക? ഒരു മൈനസ് ഉണ്ടാവും. പിന്നെ സൈനിൻ്റെ ഒരു മൈനസ് അടക്കം രണ്ട് മൈനസ് ക്യാൻസൽ ആവും. സോ cos nx ഡിവൈഡ് ബൈ n² വരും n³ വരും. ഓക്കെ, ഇവിടെ എന്താണ് മൈനസ് ഇല്ലാത്ത? ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. പിന്നെ sin nxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസും കൂടെ വരും. ഓക്കെ, ആ രണ്ട് മൈനസ് ക്യാൻസൽ ആവും. സോ cos nx ഓൾറെഡി ഒരു n² ഉണ്ട്. nxൻ്റെ ഒരു n ഒപ്പം നമുക്ക് എന്ത് വരും? n³ എന്ന് വരും. നമുക്ക് ഏതാ വരിക? -π to π ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞു -π to π ആണ്ട് സൈന് വരുന്നൊക്കെ നമുക്ക് എന്തെടുക്കാം? 0 എടുക്കാം. സൈന് വരുന്നൊക്കെ നമുക്ക് എന്തെടുക്കാം? 0 എടുക്കാം. ഓക്കെ, സൈന് വരുന്നൊക്കെ നമുക്ക് 0 എടുക്കാം. ബാക്കി എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? 1/π നമുക്ക് ചെയ്ത് നോക്കാം. 1/π ഇൻറ്റു നമ്മൾ ആദ്യം പൈ എടുക്കുമ്പോൾ എന്താണ്? π + π². ഓക്കെ, π + π². അപ്പോൾ നമ്മളിവിടെ മൈനസ് വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. ഞാൻ ആദ്യം അത് എഴുതാം. മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ -1/π x plus x² cos nx ഡിവൈഡ് ബൈ n. ആ പ്ലസ്സിൽ മൈനസ് ആവും. -2 cos nx ഡിവൈഡ് ബൈ n³ -π to π നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കുന്നതാണ്. സോ -1/π ഓക്കെ, നമ്മൾ ആ ലിമിറ്റ് കൊടുക്കുകയാണ്. സോ ആദ്യം നമ്മൾ പൈ എടുക്കുമ്പോൾ എന്താണ്? π + π². എന്താണ് cos πx എന്ന് പറയുന്നത്? cos πx എന്താണ് നമുക്ക് വരുന്നത്? cos n-ന് 1ഉം 2 ഒക്കെ കൊടുത്താലും cos πx നമുക്ക് എന്താണ് വരുന്നത്? -1 അല്ലേ വരുന്നത്? ഓക്കെ, സോറി, cos nπ അല്ലേ വരുന്നത്? cos nπ ഡിവൈഡ് ബൈ n മൈനസ് cos nπ ഡിവൈഡ് ബൈ n മൈനസ് 2 ഇൻറ്റു cos nπ മൈനസ് 2 ഇൻറ്റു cos nπ ഡിവൈഡ് ബൈ n³. ഓക്കെ, n³. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത് കൊടുക്കുന്നു. -π കൊടുക്കാം. -π എടുക്കുമ്പോൾ ആദ്യത്തത് ഓക്കെ -π പ്ലസ് -π² എന്ന് പറഞ്ഞാൽ ഏതാണ് നമുക്ക് കിട്ടുന്നത്? +π² തന്നെ. -π + π² ഇൻറ്റു cos nπ. അപ്പോൾ നമ്മൾ -π കൊടുത്താൽ എന്താണ് നമുക്ക് കിട്ടുക? cos nπ തന്നെ അല്ലേ? cos nπ ഡിവൈഡ് ബൈ n തന്നെയാണ് കിട്ടുന്നത്. മൈനസ് അല്ല ഇവിടെ വരുന്നത് -2 എന്താ വരുന്നത്? cos nπ ബൈ n³ ആണ്. ഇവിടെ നമ്മൾ -π കൊടുത്താലും cos nπ തന്നെയാണ് കിട്ടുക. -2 cos nπ ഡിവൈഡ് ബൈ n³. ഓക്കെ, ഡിവൈഡ് ബൈ n³.
ഇങ്ങനെ നമുക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ നോക്കി, ഇവിടെ -2 cos nπ/n³ ഉണ്ട്, ഇവിടെ -2 ഉണ്ട്. അപ്പോൾ അത് 2 പ്ലസ് ആവും. അപ്പോൾ ഈ ടേമും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഈ ടേമും ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? -1/π -1/π നമുക്ക് ഏതാണ് വരുന്നത്? പിന്നെ -1/π. ഇവിടെ മൈനസും പ്ലസ് പൈ cos nπ എന്നാണ് വരിക, കുഴപ്പമില്ല. ഇവിടെ π² ഇവിടെ -π² വരും. ഓക്കെ, സോ ഇവിടെ -π² ആണ്, ഇവിടെ +π² cos nπ എന്നാണ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ π × cos nπ n, ഇവിടെ ഏതാണ് മൈനസും പ്ലസ് ആവും. ഇപ്പോൾ π × അത് കുഴപ്പമില്ല. ഇവിടെ എന്താണ് π² cos nπ എന്നാണ്, ഇവിടെ -π² cos nπ എന്നയും അതും ക്യാൻസൽ ആവും. പിന്നെ ബാക്കി ഏത് മാത്രമാണ് നമുക്ക് വരിക? പൈ കോസ്. അപ്പോൾ 2π cos, അപ്പോൾ നമുക്കറിയാം 2π cos nπ/n എന്ന് വരും. ഓക്കെ, 2π cos nπ/n എന്ന് വരും. അപ്പോൾ അതിൽ പൈയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരിക? -2/n cos nπ നമ്മൾ പറഞ്ഞ എന്താണ്? -1/n. അപ്പോൾ ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? bn എന്ന് പറയുന്നത്. ഓക്കെ, -2/n -2/n -1/n -2/n എന്നാട്ടോ, -1/n ആണ് ഏത് പറയുന്നത്? bn എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ a0യും an-ഉം bn-ഉം നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോഎഫിഷ്യന്റ് ഓഫ് sin 2x. Coefficient of sin 2x in the Fourier expansion of f of x is equal to x plus x²/4 in the range -π less than or equal to x less than or equal to π. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് 1/4, b എന്ന് പറയുന്നത് 1, c എന്ന് പറയുന്നത് -1, d എന്ന് പറയുന്നത് 2/3. ഓക്കെ, d എന്ന് പറയുന്നത് 2/3. ഓക്കെ ആണല്ലോ, ക്ലിയർ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാണ്. നമുക്ക് ഏതാ വേണ്ടത്? നമ്മളോട് കോയിഫിഷ്യൻ്റ് ഓഫ്, നമ്മളോട് ചോദിച്ചിട്ടുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് sin 2x ആണ്. sin 2xൻ്റെ കോയിഫിഷ്യൻ്റ് എന്തായിരിക്കും? b2 അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് b2 sin 2x ആണ് നമ്മൾ ആ സീരീസിൽ വരുന്നത് അല്ലേ? sin 2x ആണ് വരുന്നത് b2. അപ്പോൾ b2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? bn കണ്ടുപിടിക്കണം. bn കണ്ടുപിടിച്ചിട്ട് n-ന് നമ്മൾ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. n-ന് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് sin 2xൻ്റെ കോയിഫിഷ്യൻ്റ് കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ചോദിക്കുക. അപ്പോൾ നമ്മളവിടെ bn മാത്രം കണ്ടുപിടിച്ചാൽ അത് bn = എന്താണ് ഇക്വേഷൻ വരിക? 1/π ഇൻ്റഗ്രൽ, ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -π to π ആണ്, f of x into sin nx dx. നമുക്ക് നേരെ അങ്ങ് ചെയ്യാം. ദാറ്റ് ഈസ് 1/π into അപ്പോൾ നമ്മൾ u v എന്നുള്ളതിൽ ഓക്കെ നമ്മളെ u എന്താണ് ഇവിടെ? അങ്ങോട്ട് എഴുതാം. ഇൻ്റഗ്രൽ -π to π എന്താണ് ഇവിടെ ഫംഗ്ഷൻ? ഏതാണ്? x plus x²/4 into sin nx. ഇത് പെട്ടെന്ന് കിട്ടും, നമ്മൾ കാണുന്ന പോലെയല്ല. കാരണം സൈൻ നമ്മളിത് ചെയ്യുമ്പോഴേ കുറേ ഭാഗം 0 ആയിട്ടൊക്കെ നിങ്ങൾക്ക് എക്സാമിന് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. സോ 1/π into ഞാൻ ആദ്യം തന്നെ u എന്ന് എടുക്കുന്നു. ഓക്കെ, u എടുക്കുമ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ x plus x²/4 into v1 എന്ന് പറയുമ്പോൾ sin nx ഉണ്ട്. sin nx എന്താണ്? -cos nx divided by n. അല്ലേ? -cos nx divided by n. അടുത്ത് മൈനസ് ഏതാണ് ഇവിടെ? u' വരിക. u' വരുമ്പോൾ 1 plus x²/4 എന്താ വരിക? നമുക്കറിയാം x²ൻ്റെത് ഡിഫറൻഷിയേഷൻ ആണ്. x² 2x ആണ് വരിക. സോ 2x/4 എന്ന് പറയുമ്പോൾ x/2 ആയിരിക്കും. 2x/4 എന്ന് പറയുമ്പോൾ x/2. സോ 1 plus x/2 into v2 ആണ് വേണ്ടത്. v2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻറ്റിഗ്രേഷൻ. സോ -cos nx എന്ന് വരും. -cos nx-ൻ്റെത് sin nx divided by n² എന്ന് വരും. ഇവിടെ ഉള്ള ഒരു n-ഉം nx-ൻ്റെ n². ഓക്കെ, -sin x/n². അടുത്ത പ്ലസ് ഒരു ടേം കൂടെ വരും. കാരണം ഈ 1 plus x/2 ഉണ്ട്. 1 × 0 ആയിരിക്കും. x/2 എന്താ? x-ൻ്റെ നമുക്കറിയാം 1 ആണെന്നുള്ളത്. സോ 1/2 into മൈനസും പ്ലസ് ആവും. sin nx-ൻ്റെത് cos nx divided by n³ എന്ന് വരും. cos nx divided by n³. ഏത് മുതൽ ഏത് വരെ? -π മുതൽ +π വരെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു -πയും +πയും ആയതുകൊണ്ട് സൈനുള്ള ടേം നമുക്ക് എന്ത് ചെയ്യാം? 0 ആക്കാം. ഈ ടേം നമുക്ക് എന്ത് വരും? 0 വരും. ഓക്കെ, ഈ ടേം നമുക്ക് എന്ത് ചെയ്യാം? 0 ചെയ്യാം. ഓക്കെ ആണല്ലോ. പിന്നെ ബാക്കി എന്താണ് നമുക്ക് വരിക? = 1/π. ഞാൻ ഈ മൈനസ് ഔട്ട് സൈഡ് എടുക്കുന്നു. -1/π. ബാക്കി എന്താണ് വരുന്നത്? x plus x²/4 cos nx divided by n or minus വരില്ല. -1/2 cos nx divided by n³. -π to π. നമുക്കിനി വാല്യൂ എടുത്ത് നോക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു -1/π. എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? π എന്ന് കൊടുക്കാം അല്ലേ? π കൊടുക്കാം. π plus π² by 4 into
cos n pi divided by n minus 1 by 2 cos n pi divided by n cube minus pi കൊടുക്കുക. മൈനസ് പൈ കൊടുക്കുമ്പോൾ ഇവിടുത്തെ മൈനസ് പൈ തന്നെ മൈനസ് പൈ പ്ലസ് സ്ക്വയർ വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. പ്ലസ് പൈ സ്ക്വയർ ബൈ 4 പ്ലസ് പൈ സ്ക്വയർ ബൈ 4 മൈനസ് 5 പ്ലസ് പൈ സ്ക്വയർ ബൈ 4. അടുത്ത ഏതാണ് വരുന്നത്? കോസ് എൻ എക്സ്. അതേ തന്നെ വരിക കോസ് പൈ എക്സ് തന്നെ വരിക അല്ലേ? നമ്മൾ പറഞ്ഞ മൈനസ് ആകുമ്പോഴും ഇത് സെയിം തന്നെ വരിക. സോറി എൻ പൈ തന്നെയാണ് വരിക. കോസ് എൻ പൈ തന്നെയാണ് വരിക. കോസ് എൻ പൈ ഡിവൈഡ് ബൈ എൻ മൈനസ് 1 ബൈ 2 ഇവിടെ എന്താണ് കോസ് എൻ പൈ മൈനസ് പൈ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? കോസ് എൻ പൈ തന്നെ കിട്ടുക. കോസ് എൻ പൈ ഡിവൈഡ് ബൈ എൻ ക്യൂബ്. ഓക്കെ ക്ലിയർ? എന്തുകൊണ്ടാണ് ഞാനിവിടെ മൈനസ് പൈ കൊടുക്കുമ്പോൾ കോസ് ഇവിടെ എൻ പൈ എഴുതി ഇവിടേക്ക് എൻ പൈ എഴുതിയിട്ടുള്ളത്? എടോ അതാണ് നമ്മൾ പറഞ്ഞത് കോസ് മൈനസ് എൻ പൈ. അതായത് മൈനസ് പൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? എൻ ഇൻറ്റു മൈനസ് പൈ എന്ന് കിട്ടും. അതായത് കോസ് മൈനസ് എൻ പൈ കിട്ടുക. എന്താ കോസ് മൈനസ് എൻ പൈ എന്ന് പറഞ്ഞാൽ? കോസ് എൻ പൈ തന്നെയാണ്. ഓക്കെ, ഇനി സൈൻ ആയിരുന്നെങ്കിൽ 0 കൊടുക്കുന്നു. കോസ് മൈനസ് എൻ പൈ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കോസ് എൻ പൈ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ 2 എന്ന് കിട്ടും. ഇനി ഇവിടെ ആരൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നത്? പൈൻ്റെത് വരുന്നതും ഇവിടെ പൈ പ്ലസ് ആണ്, ഇവിടെ പൈ മൈനസും പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ അതെന്തായാലും മാറില്ല, പൈ വരും. ഇവിടെ പൈ കോസ് എൻ പൈ എന്ന് വരും. ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു പ്ലസ് പൈ കോസ് എൻ പൈ എന്ന് വരും. പക്ഷേ ഇവിടെ മൈനസ് പൈ സ്ക്വയർ ബൈ 4 കോസ് എൻ പൈ ബൈ എൻ ആണ് വരുന്നത്. ഇവിടെ പ്ലസ് പൈ സ്ക്വയർ ബൈ 4. അപ്പോൾ പ്ലസ് പൈ സ്ക്വയർ 4ഉം മൈനസ് പൈ സ്ക്വയർ ബൈ 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ ആണല്ലോ? അതുപോലെ ഇവിടെ മൈനസ് 1 ബൈ 2 കോസ് എൻ ബൈ പൈ എൻ ക്യൂബാണ്. ഇവിടെ ഈ മൈനസും കൂടെ പ്ലസ് വരും. പ്ലസ് 1 ബൈ 2 കോസ് എൻ ബൈ പൈ എൻ ക്യൂബ് വരും. അതും ക്യാൻസൽ ചെയ്യാം. ഓക്കെ ആണല്ലോ? ബാക്കി നമുക്ക് എന്താണ് ഉള്ളത്? മൈനസ് 1 ബൈ പൈ. ഇവിടെ ഒരു പൈ ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു പ്ലസ് പൈ ഉണ്ട്. സോ നമുക്ക് ഇൻറ്റു 2 പൈ കോസ് എൻ ബൈ പൈ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? പൈയും ക്യാൻസൽ ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പം എന്താണ് നമുക്ക് ഇവിടെ കിട്ടുക? മൈനസ് 2 ബൈ എൻ മൈനസ് 1 ഓൾ റേസ് ടു എൻ എന്ന് കിട്ടും. -2 ബൈ എൻ ഓൾ റേസ് ടു എൻ. നമ്മളോട് ഏതാ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഇത് നമുക്ക് കിട്ടിയതാണോ? ബി എൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സൈൻ 2x-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ദാറ്റ് മീൻസ് B2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് B2 ഈക്വൽ ടു നമ്മൾ 2 കൊടുക്കുന്നു. സോ -2 ഡിവൈഡ് ബൈ 2 -1 ഓൾ റേസ് ടു 2. -1 ഓൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും അല്ലേ? -1 ഓൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. സോ -2 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക? -1. -2 ബൈ 2 എന്ന് പറഞ്ഞാൽ -1. സോ B2 എന്ന് പറയുന്നത് എന്താണ്? -1 ആണ് നമ്മളെ ആൻസർ കിട്ടുക. B2 എന്ന് പറയുന്നത് -1. ഓക്കെ, സോ ഹിയർ ഈസ് ദ ഓപ്ഷൻ സി. B2 എന്ന് പറയുന്നത് -1. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ ചെയ്യുന്നത് പഠിക്കുക. നമ്മൾ യു വി എന്നുള്ള ആ ഇക്വേഷനിൽ കൊടുത്തു വെക്കുക. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ എന്താണ്? ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളത്, അതുപോലെ ആ വാല്യൂ കൊടുത്തു എന്നുള്ളത്, അതൊക്കെ നമ്മൾ ഇൻറ്റഗ്രേഷനിൽ പഠിക്കുന്ന സംഭവമാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഡിസ്കഷൻ്റെ സമയത്ത് എങ്ങനെയാണ് ഈ ഓരോന്ന് ക്യാൻസൽ ചെയ്ത കാര്യങ്ങൾ ചോദിക്കുക. ഞാൻ വേണ്ടി ഒന്നും കൂടെ പറഞ്ഞുതരാം, കാരണം ഈ ഭാഗത്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. നമ്മൾ ഈ ഇൻറ്റഗ്രേഷൻ രീതി എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഞാൻ എന്തുകൊണ്ടാണ് ഇത് 0 ആക്കിയെന്നുള്ളത്? കാരണം ഇത് 0 ആക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മൈനസ് പൈയും വരുമ്പോൾ ഇവിടെ സൈൻ എൻ പൈ ആയാലും സൈൻ എൻ മൈനസ് പൈ ആയാലും ഒക്കെ എന്താണ്? 0 ആണ് നമുക്ക് വരിക. അപ്പോൾ ആ ടേം എങ്ങനെ വന്നാലും 0 ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇത്രയും ടൈമാണ് വരുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മൈനസിന് ഔട്ട് സൈഡ് എടുത്തു. അതുകൊണ്ട് ഈ പ്ലസ് എന്തായി മാറി? ഇവിടെ മൈനസ് ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ചെയ്തെന്താ? -1 ബൈ പൈ അവിടെ എഴുതി. ആദ്യം പൈ എന്നുള്ള വാല്യൂ എടുത്തു. ഇവിടെ പൈ ആണല്ലോ. ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈ പൈ എന്നുള്ള വാല്യൂ എടുത്തു. എക്സിനാണ് കൊടുക്കണ്ടേ? സോ പൈ പ്ലസ് പൈ സ്ക്വയർ ബൈ 4 കോസ് എൻ പൈ ഡിവൈഡ് ബൈ എൻ മൈനസ് 1 ബൈ 2 കോസ് എൻ പൈ ഡിവൈഡ് ബൈ എൻ ക്യൂബ് മൈനസ് അല്ലേ? എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ മൈനസ് വരുന്ന രീതിയിലാണ് നമ്മൾ പിന്നെ ചെയ്യുക. മൊത്തത്തിൽ മൈനസ് വരുന്ന രീതിയിലാണ് നമ്മൾ മൈനസ് പൈ കൊടുക്കുക. ഓക്കെ, പിന്നെ മൈനസ് പൈ കൊടുക്കുന്നു. മൈനസ് പൈ കൊടുക്കുമ്പോൾ എക്സിന് മൈനസ് പൈ കൊടുക്കുമ്പോൾ എന്താണ്? -π. പിന്നെ ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടാണ് അതിനെ. നമ്മൾ ഇത് x പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 ബ്രാക്കറ്റിലുള്ള ആ ബ്രാക്കറ്റാണ് ഈ ബ്രാക്കറ്റ്. സോ എക്സിന് ഞാൻ -π എന്ന് കൊടുത്തു. -π പിന്നെ എക്സ് സ്ക്വയർ ബൈ 4 -π സ്ക്വയർ ബൈ 4 ആയിരിക്കും. -π സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ സ്ക്വയർ തന്നെയല്ലേ? സോ പൈ സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. പിന്നെ കോസ് n മൈനസ് പൈ എന്നാണ് അവിടെ വേണ്ടിയിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം, സാർ അവിടെ കോസ് n മൈനസ് പൈ അല്ല വേണ്ടിയിരുന്നത്. കോസ് n ഇൻറ്റു മൈനസ് പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോസ് n പൈ എന്നാണ്. അത് പറഞ്ഞാൽ എന്താണ്? അവിടെ കോസ് n പൈ തന്നെയാണ്. ഓക്കെ ആണല്ലോ? സോ -π വരുന്നിടത്ത് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് അതിന് എന്ത് ചെയ്താം? കോസ് n പൈ ബൈ n എന്ന് എഴുതാം. -1 ബൈ 2 അല്ലേ? -1 ബൈ 2 കോസ് n പൈ ബൈ n ക്യൂബ്. ഓക്കെ ആണല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതിന് നിങ്ങൾ ഇനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ പൈ ഇൻറ്റു കോസ് n ബൈ n ഫസ്റ്റ് ടേം. രണ്ടാമത്തെ ടേം എന്താണ്? π² ബൈ 4 കോസ് n പൈ ബൈ n.
മൈനസ് 1/2 കോസ് n ബൈ n ക്യൂബ്. ഇവിടെ ഇനി ഏതാ ടേം വരും? ഫസ്റ്റ് ടേം മൈനസ് ഓഫ് മൈനസ് പൈ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, ഇവിടുത്തെ ആദ്യ ടേം എടുത്താലും മൈനസ് പൈ ഇൻറ്റ് കോസ് n പൈ ക്യൂബ് എന്നായിരിക്കും. അതിൻ്റെ കൂടെ ഈ മൈനസ് കൂടെ ചെയ്യുമ്പോൾ പ്ലസ് പൈ ഇൻറ്റ് കോസ് n പൈ ബൈ n ആയിരിക്കും. അതുകൊണ്ടാണ് അത് 2π കോസ് n പൈ ബൈ n എഴുതി. ഇവിടെ ഇനി രണ്ടാമത്തെ ടേം പൈ സ്ക്വയർ ബൈ 4 കോസ് n പൈ ബൈ n ആണ്. ഇവിടെയോ? ഇവിടെ മൈനസ് പൈ സ്ക്വയർ ബൈ 4 കോസ് n പൈ ബൈ 4 എന്നായിരിക്കും. സോ പ്ലസ് പൈ സ്ക്വയർ ബൈ 4 കോസ് n പൈ ബൈ 4 എന്നും മൈനസ് പൈ സ്ക്വയർ ബൈ 4 കോസ് n പൈ ബൈ 4 എന്നും എന്ത് ചെയ്യും? ക്യാൻസൽ ആവും. ഇനി ഇവിടെ നോക്കുക നിങ്ങൾ, മൈനസ് 1/2 കോസ് n പൈ ബൈ n ക്യൂബ് ആണ്. ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1/2 കോസ് n പൈ ക്യൂബ് ബൈ n ക്യൂബ് ആവും. ഒരേ ടേം ഒന്ന് പ്ലസ് മൈനസ് ആകുമ്പോൾ ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് വരാം ഈക്വൽ ടു മൈനസ് 1/π 2π കോസ് n പൈ ബൈ n ആണ്. പൈയും പൈയും ക്യാൻസൽ ചെയ്തു. സോ മൈനസ് 2/n ഇൻറ്റു കോസ് n പൈ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൈനസ് 1/n. അതാണ് നമ്മളെ bn. ക്വസ്റ്റനിൽ നമ്മളോട് b2 ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സൈൻ 2x കോയിഫിഷ്യൻ എന്ന് പറയുമ്പോൾ b2 ആണ്. സോ b2 is equal to മൈനസ് 2/2 മൈനസ് 1 ഹോൾ സ്ക്വയർ, ദാറ്റ് is equal to മൈനസ് 1. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി മൈനസ് 1 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ. ദെൻ രണ്ട് ക്വസ്റ്റനും കൂടെ. ഇൻ ഫോറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് സീക്വൽ ടു പൈ മൈനസ് എക്സ്. നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് സീക്വൽ ടു പൈ മൈനസ് എക്സ്, 0x ലെസ് ദാൻ 2π. ദെൻ an ഈസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഒരു മിനിറ്റ്, an ഓർ ഓക്കെ an ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, an ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ an-ൻ്റെ ഇക്വേഷൻ ഇത് എന്താണ്? an എന്ന് പറയുന്നത് an is equal to 1/π ഇൻ്റഗ്രൽ 1/π ഇൻ്റഗ്രൽ. ഇവിടെ ഇത് എന്ന് പറയുന്നത് ഏതാണ്? 0 to 2π ആണ് നമ്മളെ 0 to 2π ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, 0 to 2π ആണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. സോ 0 to 2π എന്തായാലും നമ്മൾ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? ഇവിടെ എഫ് ഓഫ് എക്സ് പൈ മൈനസ് എക്സ്. അപ്പോൾ നമ്മുടെ എളുപ്പമാണ്, സ്ക്വയർ ഒക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടെ ലെങ്ത് വരുന്നത്. പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ഇതായിരുന്നല്ലോ ഇക്വേഷൻ. ഓക്കെ, അതങ്ങ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് യു എടുക്കുന്നു, ഇത് വി എടുക്കുന്നു. ഓക്കെ, സോ 1/π ഇൻറ്റു ഫസ്റ്റ് ടേം u ഇൻറ്റു ദാറ്റ് മീൻസ് പൈ മൈനസ് എക്സ് ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ കോസ് എൻ എക്സിൻ്റെ എന്താണ്? സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ എൻ മൈനസ് യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ഇൻറ്റു 0 മൈനസ് എക്സിൻ്റെത് മൈനസ് അല്ലേ 0 മൈനസ് 1 എന്ന് വരും. സോ മൈനസ് 1 ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ എന്താ വരിക? മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ആർക്കും ഡൗട്ടില്ലല്ലോ? ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, എന്തായാലും നമുക്ക് എടുക്കാം. π ബൈ n 2/n സംഭവങ്ങളാണ് അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ മൈനസ് 1 ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ അതാണ് b2 എന്ന് പറയുന്നത്. എന്താണ് സൈൻ എൻ എക്സിൻ്റെത്? മൈനസ് കോസ് എൻ എക്സ് എന്നാണ്. മൈനസ് കോസ് എൻ എക്സ് എൻ ഡിവൈഡ് ബൈ അവിടെയുള്ള എൻ എക്സ് എന്നിൻ്റെ ഒരു എന്നും ഇവിടെയുള്ള ഓൾറെഡി ഉള്ള എന്നും n സ്ക്വയർ എന്ന് വരും. ഏത് മുതൽ ഏത് വരെ? 0 to 2π വരെ. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഏത് ടേം 0 ആക്കാം? സൈനിൻ്റെ ടേം 0 ആക്കാം. കാരണം എന്താണ്? സൈൻ 0 സൈൻ പൈ സൈൻ 2π സൈൻ 3π ഒക്കെ നമുക്ക് 0 ആണ്. അപ്പോൾ 0 കൊടുത്താലും 2π കൊടുത്താലും സൈനിൻ്റെ ടേം മൊത്തത്തിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ ബാക്കിയുള്ള ഇവിടെ ആരാണ്? ഇവിടെ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ മൈനസ് 1. ഈ മൈനസും കൂടെ ക്യാൻസൽ ചെയ്യാലോ. ഈ മൈനസും കൂടെ വരുമ്പോൾ അത് പ്ലസ് ആവും. ഓക്കെ, സോ ബാക്കി ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് 1/π പിന്നെയുള്ള എന്താണ്? കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ സ്ക്വയർ 0 to 2π ആണ്. സീക്വൽ ടു മൈനസ് 1/π എൻ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എൻ സ്ക്വയർ കോസ് n 2π മൈനസ് കോസ് 0. ഓക്കെ, എന്താണ് കോസ് 2π എന്ന് പറഞ്ഞാൽ? നിങ്ങൾ എന്നിന് ഏത് വാല്യൂ കൊടുത്ത് നോക്ക്. 2π ഇൻറ്റു 1 കോസ് 2π 1 ആണ്. കോസ് 4π എന്നിന് 2 കൊടുക്കുമ്പോൾ എന്നിന് നമ്മൾ ഇൻറ്റിജറെ കൊടുക്കൂ, എന്നിന് 2 കൊടുക്കുമ്പോൾ 4π കിട്ടും. അങ്ങനെ എന്തായാലും 1 ആയിരിക്കും. കോസ് 0 എന്താണ്? 1. സോ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 1/n സ്ക്വയർ പൈ 1 മൈനസ് 1. സോ 1 മൈനസ് 1 0 ആണ്. അപ്പോൾ നമുക്ക് ഏത് ആൻസർ കിട്ടും? ആൻസർ ഈസ് ഓപ്ഷൻ ഡി 0. ഓക്കെ, അതായത് an നമുക്ക് എന്താണ് കിട്ടുക? an സീക്വൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 0 ആയിരിക്കും. an സീക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാല്യൂ ഓഫ് a0 ഇൻ ഫോറിയർ സീരീസ് ഓഫ് x മൈനസ് എക്സ് സ്ക്വയർ ഫ്രം x മൈനസ് പൈ ടു എക്സ് പൈ പ്ലസ് പൈ. അപ്പോൾ നമ്മളോട് ഏതാ ചോദിച്ചിട്ടുള്ളത്? a0 ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഏതാണ്? എക്സ് മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? എഫ് ഓഫ് എക്സ് സീക്വൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? എഫ് ഓഫ് എക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് റേഞ്ച് തന്നിട്ടുണ്ട് എവിടെ നിന്നാണ്? മൈനസ് പൈ ടു പൈ ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് a0യുടെ ഇക്വേഷൻ അറിയാം. എന്താണ് a0യുടെ ഇക്വേഷൻ വരുന്നത്? a0 സീക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ അല്ലേ? കാരണം നമ്മൾ റേഞ്ച് തന്നിട്ടുള്ള ഏതാണ്? മൈനസ് പൈ ടു പൈ ആണ്. സോ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ കോസും സൈനൊന്നും വേണ്ട, കാരണം a0 ആണ്
ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -π to π എന്ത് വരും ഇവിടെ നമുക്ക് -π to π എക്സ് മൈനസ് എക്സ് സ്ക്വയർ -π x minus x square dx which is equal to 1/π എന്താണ് ഇൻ്റഗ്രൽ വരുന്നത് എക്സിൻ്റെ എന്താണ് നമുക്കറിയാം എക്സിൻ്റെ എന്താണ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് സ്ക്വയറിൻ്റെത് എക്സ് ക്യൂബ് ബൈ 3 -π to π ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു 1/π ആദ്യം നമ്മൾ പൈ കൊടുക്കുന്നു ഓക്കെ ആദ്യം നമ്മൾ പൈ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക π സ്ക്വയർ ബൈ 2 മൈനസ് π ക്യൂബ് ബൈ 3 അല്ലേ π സ്ക്വയർ -2 മൈനസ് π ക്യൂബ് ബൈ 3 മൈനസ് ഇനി നമ്മൾ എന്ത് കൊടുക്കുന്നു -π എടുക്കുന്നു സ്ക്വയർ വരുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും സോ π സ്ക്വയർ ബൈ 2 തന്നെ കാരണം -π കൊടുത്താലും -π സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് മൈനസ് പോകും π സ്ക്വയർ തന്നെയാണ് പക്ഷേ മൈനസ് ഓഫ് എക്സ് ക്യൂബ് വരുമ്പോൾ എന്ത് വരും അത് -π ക്യൂബ് വരും അപ്പോൾ ഇവിടെ പ്ലസ് ആവും π ക്യൂബ് ബൈ 3 എന്ന് വരും ഓക്കെ എങ്ങനെ π ക്യൂബ് ബൈ 3 വന്നിടും ഇവിടെ നമ്മൾ -x³ ബൈ 3 ആണ് പക്ഷേ ഇവിടെ എന്താ +π ക്യൂബ് ബൈ 3 കാരണം ഇവിടെ 2 മൈനസ് വരും അല്ലേ ഇവിടെ 2 മൈനസ് വരും ഒരു മൈനസ് ഇതിൻ്റെത് പിന്നെ ഒന്ന് -π ക്യൂബിൻ്റെത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് കിട്ടും നമുക്കിവിടെ പ്ലസ് കിട്ടും ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം π സ്ക്വയർ ബൈ 2 -π സ്ക്വയർ ബൈ 2 ക്യാൻസൽ ചെയ്യാം ഹിയർ π ക്യൂബ് ബൈ 3 -π ക്യൂബ് ബൈ 3 എന്നുണ്ടാവും രണ്ട് അതായത് -2π ക്യൂബ് ബൈ ഒരു പൈ ഓൾറെഡി ഉണ്ട് ഇൻറ്റു 3 സോ പൈയും ഒരു പൈയും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും -2π സ്ക്വയർ ബൈ 3 ഓക്കെ നമുക്ക് എന്ത് കിട്ടും -2π സ്ക്വയർ ബൈ 3 സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി -2π സ്ക്വയർ ബൈ 3 -2π സ്ക്വയർ ബൈ 3 ഓർ -2/3 π സ്ക്വയർ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ തരും നിങ്ങൾക്ക് a0 an bn ചോദിക്കും അല്ലെങ്കിൽ a1 a2 b2 b3 ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ കേസിലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് ഫോറിയർ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്നുള്ള ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ പീരിയോഡിക് ഫംഗ്ഷനിൽ തന്നെ 1-2 സബ് ടോപ്പിക്സ് വരുന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞ നമ്മൾ എന്താണ് നമ്മളിപ്പോൾ 0 to 2π -π to π എന്ന് പറഞ്ഞു അവിടെ നമ്മൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇനി അത് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ -π to π വരെ നമ്മൾ -3 to +3 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ റേഞ്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 1-2 കേസുകളും കൂടെ നമുക്കുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉപയോഗമല്ല കുറച്ച് ചെയ്യാൻ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യുന്നിടത്തുള്ള പ്രശ്നങ്ങൾ ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ വരാതെ നോക്കിയാൽ മതി അങ്ങനെയുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്സാണ് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ഡിസ്കഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുക ക്ലിയർ ചെയ്യുക ഓക്കെ താങ്ക് യു